ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ ലൈൻ പി ക്യു 60 millimeter long has one of its end in HP and 30 millimeter in front of VP. If the line is inclined at 30 degree to HP and 45 degree to VP, draw its projection and find its traces. ഇപ്പോൾ നമുക്ക് ഈ ലൈൻ പി ക്യു 60 millimeter ലോങ് എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സെൻറ്റൻസിലൊരു ലെങ്ത് തരാണെങ്കിൽ അത് ട്രൂ ലെങ്ത് ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. 1 എൻഡ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, അത് നമുക്ക് എൻഡ് പി ആയിട്ട് എടുക്കാം. ഓക്കെ, എൻഡ് പി ഇൻ HP ആൻഡ് 30 millimeter ഇൻ ഫ്രണ്ട് ഓഫ് VP. ഓക്കെ, ഇപ്പോൾ 1 എൻഡ് ഇൻ HP എന്നേ പറഞ്ഞിട്ടുള്ളൂ, അത് ഏത് എൻഡാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. നമുക്കത് എൻഡ് പി ആയിട്ട് എടുക്കാം. ഓക്കെ, സോ എൻഡ് പി ഇൻ HP ആൻഡ് 30 millimeter ഇൻ ഫ്രണ്ട് ഓഫ് VP. ഇഫ് ദ ലൈൻ ഈസ് ഇൻക്ലൈൻഡ്, ലൈൻ എന്ന് പറഞ്ഞിട്ടാണ് ആംഗിൾ തരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 30 ഡിഗ്രിയും 45 ഡിഗ്രിയും ട്രൂ ഇൻക്ലിനേഷൻ ആണ്. തീറ്റയുടെ വാല്യൂ ആണ് 30 ഡിഗ്രി, ഫൈയുടെ വാല്യൂ ആണ് 45 ഡിഗ്രി. പ്രൊജക്ഷൻ വരയ്ക്കണം, ട്രേസസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിത് സൈഡിലോട്ട് എഴുതി വയ്ക്കുക തന്നിരിക്കുന്ന വാല്യൂസൊക്കെ. ട്രൂ ലെങ്ത് 60 millimeter, എൻഡ് പി ഇൻ HP ആൻഡ് 30 millimeter ഇൻ ഫ്രണ്ട് ഓഫ് VP. ഞാൻ ഇവിടെ പി ക്യൂവിന് പകരം AB എന്നാണ് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ അതൊന്ന് മാറ്റിയാൽ മതി കേട്ടോ. PQ എന്നാണ് ലൈൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്, ഞാനിവിടെ AB എന്നാണ് മാറ്റിയിരിക്കുന്നത്. സോ എൻഡ് പി ഇൻ HP ആൻഡ് 30 millimeter ഇൻ ഫ്രണ്ട് ഓഫ് VP. തീറ്റയുടെ വാല്യൂ 30 ഡിഗ്രി, ഫൈയുടെ വാല്യൂ 45 ഡിഗ്രി. അപ്പോൾ നമുക്ക് ആദ്യം എൻഡ് എയുടെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യാം. ഇൻ HP എന്ന് പറയുമ്പോൾ എബോ HP അല്ല, ബിലോ HP അല്ല, XY ലൈനിൽ തന്നെയായിരിക്കും A' വരുന്നത്. എബോ HP എന്ന് പറയുമ്പോൾ ഫ്രണ്ട് വ്യൂ മുകളിലും, ബിലോ HP എന്ന് പറയുമ്പോൾ ഫ്രണ്ട് വ്യൂ താഴെയായിരിക്കും. അതന്നെ ഇൻ HP എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, XY ലൈനിൽ തന്നെയായിരിക്കും ആ പോയിന്റ് വരുന്നത്. അപ്പോൾ A' XY ലൈനിലാണ്, 30 millimeter ഇൻ ഫ്രണ്ടിൽ A മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റെ എയുടെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ മാർക്ക് ചെയ്തു. ഇനി തന്നിരിക്കുന്ന രണ്ട് ആംഗിളാണ് 30 ഡിഗ്രി 45 ഡിഗ്രി. ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ പലർക്കും ആംഗിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാറാണ് പതിവ്. ഇപ്പോൾ 30 ഡിഗ്രി എവിടെ നിന്ന് എടുക്കണം, 45 ഡിഗ്രി എവിടെ നിന്ന് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ എഴുതിയെങ്കിലും ക്വസ്റ്റ്യനിൽ സെന്റൻസ് ആയിട്ട് തരുമ്പോൾ എന്തായിരിക്കും, 30 ഡിഗ്രി ഇൻക്ലൈൻ ടു HP എന്നുള്ളതാണ്. അതായത് HP ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് 30 ഡിഗ്രി. അപ്പോൾ HP ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഏതാണ്, ഇൻ HP എന്ന് പറയുന്നതാണ്. അപ്പോൾ ആ HP എന്ന് കണക്ട് ചെയ്താൽ മതി. ഇൻ HP എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റ് എന്നായിരിക്കും HP ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എടുക്കാൻ. അതായത് A' എന്നാണ് 30 ഡിഗ്രി വരാം. ഓക്കെ, ഇനി തീറ്റ ഫൈ എന്ന് പറയുന്ന ട്രൂ ഇൻക്ലിനേഷൻ ആണ്. ഈ ആംഗിൾ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അത് ട്രൂ ലെങ്ത് കട്ട് ചെയ്യാൻ പാടുള്ളൂ. അതായത് തീറ്റയിൽ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് ട്രൂ ലെങ്ത് ആയിരിക്കണം. ഫൈ എന്ന് പറയുന്ന ആംഗിളിലും ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് ട്രൂ ലെങ്ത് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇനി A' എന്ന് 30 ഡിഗ്രി ആംഗിളിൽ ഒരു ലൈൻ വരച്ച് നമുക്ക് ട്രൂ ലെങ്ത് തന്നിട്ടുണ്ട് 60 millimeter. അതെടുത്ത് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ കട്ട് ചെയ്ത പോയിന്റിന് B1' എന്ന് കൊടുക്കുന്നു. B1 എന്ന് തന്നെ കൊടുക്കണം എന്നില്ല, B2 എന്നോ B3 എന്നോ കൊടുക്കാം. ഞാനിവിടെ B1' എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ലൈൻ PQ ആണ്, ഞാനത് AB ആയിട്ടാണ് ഇവിടെ വരച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് AB എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ B1' എന്ന് കൊടുത്തു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഫ്രണ്ട് വ്യൂയിൽ നമ്മൾ ട്രൂ ലെങ്ത് ഇൻക്ലൈൻഡ് ആയിട്ട് വരച്ചു എങ്കിൽ ആ ലൈൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് XY ലൈൻ്റെ പാരലലും അപ്പാരന്റും ആയിരിക്കും. അത് ലൈൻസിൽ ത്രൂ ഔട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഏത് വ്യൂയിലാണോ ട്രൂ ലെങ്ത് ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കുന്നത് ആ ലൈൻ്റെ ടോപ്പ് വ്യൂ XY ലൈന് പാരലലും അപ്പാരന്റും ആയിരിക്കും. അപ്പോൾ ഈ A' B1' ടോപ്പ് വ്യൂ AB1 കിട്ടാൻ A എന്ന് ഒരു പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക, എന്നിട്ട് B1' നേരെ പ്രൊജക്ട് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് ലൈന് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് B1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് AB1 ടോപ്പിയുടെ അപ്പാരൽ ലെങ്ത് കിട്ടി. സിമിലർലി ഫൈ എന്ന് പറയുന്ന ആംഗിൾ ഇതേപോലെ തന്നെ ഫൈ ആയിട്ടാണ് നമ്മളിവിടെ എഴുതിയതെങ്കിലും ക്വസ്റ്റ്യനിൽ സെന്റൻസ് ആയിട്ട് എങ്ങനെയായിരിക്കും, 45 ഡിഗ്രി ടു VP. അപ്പോൾ VP എന്ന് എടുക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 millimeter ഇൻ ഫ്രണ്ട് ഓഫ് VP. അപ്പോൾ ആ VP എന്ന് കണക്ട് ചെയ്താൽ മതി. 30 millimeter ഇൻ ഫ്രണ്ട് ഓഫ് VPയിൽ മാർക്ക് ചെയ്യുന്ന പോയിന്റ് എന്ന് വേണം VP ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആയിട്ടുള്ള 45 ഡിഗ്രി എടുക്കാൻ. അപ്പോൾ A എന്ന് 45 ഡിഗ്രി ആംഗിൾ ഒരു ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ ഈ 45 ഡിഗ്രി എന്ന് പറയുന്നതും ട്രൂ ഇൻക്ലിനേഷൻ ആണ്, ഫൈ ആണ്. അപ്പോൾ ആ ലൈനിലും ട്രൂ ലെങ്തേ നമ്മൾ കട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ A എന്ന് 45 ഡിഗ്രി ആംഗിൾ വരുന്ന ലൈനിൽ ഇതേ 60 തന്നെ എടുത്ത് കട്ട് ചെയ്യുക. നമ്മൾ ഓൾറെഡി B1 എന്ന് കൊടുത്തുകൊണ്ട് ഇവിടെ B2 എന്ന് കൊടുക്കുന്നു, AB2.
അപ്പോൾ AB2 ട്രൂ ലെങ്ത്തും ആണ്, 45 ഡിഗ്രി ആംഗിൾ ഇൻക്ലൈൻഡും ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിന്റെ ഫ്രണ്ട് വ്യൂ എന്തായിരിക്കും? അപ്പാരന്റും XY ലൈനിലെ പാരലലും ആയിരിക്കും. അതായത് AB2ന്റെ ഫ്രണ്ട് വ്യൂ A'(B2') A' പാരലായിട്ട് വരും. ഓൾറെഡി A' ഇപ്പൊ XY ലൈനിലാണ്. അപ്പൊ ആ XY ലൈനിൽ തന്നെ നമ്മളൊരു പാരലൽ ലൈൻ വരയ്ക്കുക, എന്നിട്ട് B2 നേരെ മുകളിലോട്ട് പ്രൊജക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് B2' XY ലൈനിൽ കിട്ടും. ഇപ്പൊ എന്തായി? ഫ്രണ്ട് വ്യൂയുടെ അപ്പാരൽ ലെങ്ത്തും ആയി, ടോപ്പ് വ്യൂയുടെ അപ്പാരൽ ലെങ്ത്തും ആയി. ഇനി പ്രൊജക്ഷൻ വരയ്ക്കാൻ, അതായത് ആൽഫ ബീറ്റ എന്ന് പറയുന്ന ആംഗിളിലേക്ക് ഈ ലൈനിനെ കൊണ്ടുവരണം. അതിനുവേണ്ടി B1' എന്നൊരു ലോക്കസ് വരയ്ക്കുന്നു, B2 എന്നും ഒരു ലോക്കസ് വരയ്ക്കുന്നു. ഈ ലോക്കസിലേക്ക് ഈ ലൈൻ എടുത്ത് റൊട്ടേറ്റ് ചെയ്യുക കേട്ടോ. A'(B2') B1'ന്റെ ലോക്കസിലേക്കും B1 B2ന്റെ ലോക്കസിലേക്കും റൊട്ടേറ്റ് ചെയ്യാം. ഇനി നമ്മൾ വരച്ചത് കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ B' ബിയും ഒരേ പ്രൊജക്ഷൻ ലൈനിലായിരിക്കും വരാം. അതുകൂടി ചെക്ക് ചെയ്യാം. ഇപ്പൊ നമുക്ക് പ്രൊജക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി ട്രേസസ് കാണണം, HT VT മാർക്ക് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ ട്രേസസിന്റെ പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ H', സ്മോൾ H', HT, സ്മോൾ V, VT. ഇതിൽ സ്മോൾ Hന് മാത്രമേ ഡാഷ് ഇടുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവാം. ഡാഷ് വരുന്ന ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ XY ലൈനിൽ ടച്ച് ചെയ്യുന്നതാണ് H'. ആ H' എവിടെയാണെന്ന് അറിഞ്ഞാൽ ബാക്കിയുള്ള ട്രേസസ് എല്ലാം നമുക്ക് അതിനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ആദ്യം A'(B') എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷെ ഈ കേസസിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി A' XY ലൈനിൽ ടച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ A' തന്നെയായിരിക്കും H' ആയിട്ട് വരാം. ഇനി അവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ ടോപ്പിലേക്ക് വരയ്ക്കുമ്പോൾ ഇപ്പൊ A'(H') ആയതുകൊണ്ട് തന്നെ A തന്നെയായിരിക്കും HT ആയിട്ട് വരാം. ഇപ്പൊ A(HT) എന്ന് കൊടുക്കാം. ഇനി ടോപ്പി ആയിട്ടുള്ള ABനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, അതേ ആംഗിൾ തന്നെ. അപ്പൊ നമ്മൾ ട്രൂ ലെങ്ത് അല്ല, അപ്പാരൽ ലെങ്ത് ആണ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. AB എന്ന് പറയുന്ന അപ്പാരൽ ലെങ്ത് എക്സ്റ്റെൻഡ് ചെയ്യുക. XY ലൈനിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് സ്മോൾ V ആയിട്ട് കൊടുക്കുക. അതുപോലെ A'(B') വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യണം H' കഴിഞ്ഞിട്ടും. അതിലേക്ക് V എന്ന് ഒരു പ്രൊജക്ഷൻ ലൈൻ താഴോട്ട് വരയ്ക്കുമ്പോഴാണ് VT വരുന്നത്. അപ്പൊ ഈ പ്രോബ്ലത്തിൽ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഏത് വ്യൂവിലാണോ ട്രൂ ലെങ്ത് ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് വ്യൂ XY ലൈന് പാരലലും ലെങ്ത് അപ്പാരന്റും ആയിരിക്കും എന്ന് ഓർക്കുക. അതായത് ഫ്രണ്ട് വ്യൂയിലാണ് ഒരു ട്രൂ ലെങ്ത് ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കുന്നെങ്കിൽ ആ ലൈനിന്റെ ടോപ്പ് വ്യൂ അപ്പാരന്റും XY ലൈന് പാരലലും ആയിരിക്കണം. അതേപോലെ ടോപ്പിലാണ് ഒരു ട്രൂ ലെങ്ത് ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കുന്നെങ്കിൽ ആ ലൈനിന്റെ ഫ്രണ്ട് വ്യൂ അപ്പാരന്റും XY ലൈന് പാരലൽ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഈ കാര്യമാണ് ലൈനിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ ത്രൂ ഔട്ട് ഒന്ന് മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ലൈൻ AB 65 millimeter long has its end A 20 millimeter above the HP and 25 millimeter in front of VP. The end B is 40 millimeter above the HP and 65 millimeter in front of VP. Draw the projection of line AB and measure the length of top and front view. Also locate the traces. ഇപ്പൊ എപ്പോഴും നമ്മുടെ ലൈനിന്റെ പ്രോബ്ലം തരുന്ന സമയത്ത് ഇതേപോലെ ഒരു സെന്റൻസ്, ഇപ്പൊ ലൈൻ AB 65 millimeter ലോങ്, അല്ലെങ്കിൽ ലൈൻ AB ഓഫ് ലെങ്ത് 65 millimeter, ഇങ്ങനെ ഒരു സെന്റൻസ് വരികയാണെങ്കിൽ ആ ലെങ്ത് എല്ലാം ട്രൂ ലെങ്ത് ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. സപ്പോസ് നമുക്ക് ട്രൂ ലെങ്ത് ക്വസ്റ്റിൽ തന്നിട്ടില്ല, അപ്പാരൽ ലെങ്ത് ആയിരിക്കും. അപ്പൊ പക്ഷെ നമുക്ക് ആ ലെങ്ത് ട്രൂ ലെങ്ത് ആയിട്ട് നമ്മൾ തെറ്റിദ്ധരിച്ചു എങ്കിൽ ആ ക്വസ്റ്റിന്റെ അവസാനം എന്ന് നോക്കുക, ഫൈൻഡ് ഇറ്റ്സ് ട്രൂ ലെങ്ത് എന്ന് തന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ട്രൂ ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ ട്രൂ ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തന്നിരിക്കുന്ന എന്തായാലും ട്രൂ ലെങ്ത് അല്ല. അങ്ങനെ ചില സമയത്ത് നമ്മൾ കോമൺ സെൻസും ഉപയോഗിക്കണം കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ലൈൻ AB 65 millimeter ലോങ് എന്ന് തന്നുകൊണ്ട് തന്നെ 65 ട്രൂ ലെങ്ത് ആയിട്ട് എടുക്കാം. ഇനി ഇവിടെ ആംഗിൾ ഒന്നും തന്നിട്ടില്ല, അതിന് പകരം എൻഡ് എയുടെയും എൻഡ് ബിയുടെയും ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത്. എൻഡ് A 20 millimeter above HP, 25 millimeter in front of VP. End B 40 millimeter above HP and 65 millimeter in front of VP. ഇതേപോലെ എൻഡ് എയുടെയും എൻഡ് ബിയുടെയും ഡിസ്റ്റൻസ് തന്നിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ആംഗിൾ ഒന്നും തരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എൻഡ് എയുടെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂയും ഫിക്സ് ചെയ്യുക. എന്നിട്ട് എൻഡ് ബിയുടെ ഹൈറ്റിൽ, കാരണം എവിടെ നിന്നാണ് എടുക്കേണ്ടത് നമുക്കറിയില്ല, അതിന്റെ ഡിസ്റ്റൻസ് മാത്രമേ അറിയുള്ളൂ, ആ ഡിസ്റ്റൻസിൽ ലോക്കസ് വരച്ചിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതേപോലെ ലോക്കസ് വരച്ചിട്ട് വേണം പ്രോബ്ലം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം XY ലൈൻ വരയ്ക്കുന്നു. 20 millimeter എബോവ് HP A',
25 മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് വി പിയിലും എ. അപ്പൊ എബോ എച്ച് പി എന്ന് പറയുമ്പോൾ എന്താണ്, എക്സ് ലൈനിന് മുകളിലാണ് വരിക. ഈ എബോ എച്ച് പിയിലാണ് ഫ്രണ്ട് വ്യൂ വരിക. അപ്പൊ 20 മില്ലിമീറ്റർ എക്സ് ലൈനിന് മുകളിൽ എടുക്കുക, എ ഡാഷ് എന്ന് മാറിക്കുക. അതേ ലൈനിൽ തന്നെ എക്സ് ലൈനിന് 25 മില്ലിമീറ്റർ ഇൻ ഫ്രണ്ട്, അതായത് താഴെ, ഇൻ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ എക്സ് ലൈനിന് താഴെയാണ് എടുക്കുക. ആ പോയിന്റിൽ വരുന്നത് ടോപ്പ് വ്യൂ ആയിരിക്കും. അപ്പോൾ 20 mm എബോ എച്ച് പിയിലെ എ ഡാഷ്, 25 ഇൻ ഫ്രണ്ട് ഓഫ് വി പിയിലെ എ ഡാഷ് എക്സ് ലൈനിന്റെ മുകളിലും എ എക്സ് ലൈന് താഴെയായിരിക്കും വരാം. അപ്പൊ എൻഡ് എ നമ്മൾ ഫിക്സ് ചെയ്തു. ഇത് നമ്മൾ ഓരോ വ്യൂ ആയിട്ടാണ് എടുക്കേണ്ടത്. അതായത് എൻഡ് ബിയുടെ 40യും 65ഉം ഒരേ സമയത്ത് തന്നെ മാർക്ക് ചെയ്യരുത്. ആദ്യം 40 മാത്രം എടുക്കാം. 40 mm എബോ എച്ച് പിയിൽ ഒരു ലോക്കസ് വരയ്ക്കുക. അപ്പൊ അങ്ങനെ ലോക്കസ് വരയ്ക്കാനായിട്ട്, ലോക്കസ് എന്ന് പറഞ്ഞാൽ എക്സ് ലൈന് പാരലായിട്ട് ഒരു ലൈനാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ 40യിൽ തന്നെ എക്സ് ലൈനിന്ന് 40യിൽ ഒരു പോയിന്റ്, ഇനി വേറെ പോയിന്റ് ഇതേ സെയിം എക്സ് ലൈനിൽ തന്നെ വേറെ പോയിന്റ് ഒന്നും 40യിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. അപ്പൊ 2 പോയിന്റ് മുകളിൽ കിട്ടും. ആ 2 പോയിന്റ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എക്സ് ലൈന് പാരലായിട്ട് ഒരു ലോക്കസ് വരയ്ക്കാം. അതായത് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെരിഞ്ഞ് ലോക്കസ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന് പകരമാണ് 2 പോയിന്റ് 40 മുകളിലോട്ട് എടുക്കുക. എക്സ് ലൈനിൽ തന്നെ ഏതെങ്കിലും 2 പോയിന്റ് പൊസിഷനിൽ 40 മുകളിലോട്ട് എടുത്ത് 2 പോയിന്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ 2 പോയിന്റ് നമ്മൾ കണക്ട് ചെയ്താൽ മതി. എക്സ് ലൈന് പാരലായിട്ട് ഒരു ലൈൻ വന്നു. ഓക്കെ, അപ്പൊ ലോക്കസ് വരച്ച് വയ്ക്കാം. നമുക്ക് തന്നിരിക്കുന്ന 65 മില്ലിമീറ്റർ എന്ന് പറയുന്ന ട്രൂ ലെങ്ത് ആണ്. ഇത് കോമ്പസിൽ എടുത്തിട്ട് എ ഡാഷ് എന്ന് ആ ലോക്കസിലേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ 40 മില്ലിമീറ്റർ എബോ എച്ച് പിയിൽ വരച്ച ലോക്കസിലേക്ക് വേണം 65 മില്ലിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് എ ഡാഷ് കട്ട് ചെയ്യാം. ആ പോയിന്റിന് B1 ഡാഷ് എന്ന് കൊടുക്കുന്നു. എ ഡാഷ് B1 ഡാഷ് കണക്ട് ചെയ്താൽ ട്രൂ ലെങ്ത് ആയി. ഓക്കെ, അപ്പൊ ഈ ട്രൂ ലെങ്ത് നമ്മൾ ചെരിഞ്ഞിട്ടാണ് ഇരിക്കുക, ഇൻക്ലൈൻഡ് ആയിരിക്കും. പക്ഷെ ക്വസ്റ്റിൽ ആംഗിൾ തന്നിട്ടില്ല. 2 എൻഡും 2 ഹൈറ്റിലായതുകൊണ്ട് തന്നെ നമ്മൾ കണക്ട് ചെയ്യുന്ന ലൈൻ ഇൻക്ലൈൻഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ നേരത്തെ ക്വസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ ഈ ലൈൻ ട്രൂ ലെങ്ത് ആണ്, 65 എന്ന് പറയുന്ന ട്രൂ ലെങ്ത് ആണ്. ആംഗിൾ അറിയില്ലെങ്കിൽ കൂടി ഇൻക്ലൈൻഡ് ആണ്. അപ്പൊ ഈ ലൈനിന്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കണം, എക്സ് ലൈന് പാരലും അപ്പാരന്റും ആയിരിക്കണം. ഇപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് എ ഡാഷ് B1 ഡാഷ് ആണ്. അതിന്റെ ടോപ്പ് വ്യൂ എ B1, എയിലൂടെ എക്സ് ലൈന് പാരലായിട്ട് വരും. ഓക്കെ, അപ്പൊ എയിലൂടെ എക്സ് ലൈന് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അതിന്റെ ലെങ്ത് നമുക്കറിയില്ല. ഇനി B1 ഡാഷ് എന്ന് താഴോട്ടേക്ക് പ്രൊജക്ട് ചെയ്യുമ്പോൾ ആ പാരലായിട്ട് വരച്ച ലൈനിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും B1 ആയിട്ട് വരിക. അതായത് B1 ഡാഷിന്റെ ടോപ്പ് വ്യൂ. അപ്പൊ നമുക്ക് ടോപ്പിയുടെ അപ്പാരൽ ലെങ്ത് കിട്ടി. എന്നിട്ട് മാത്രമേ നമ്മൾ 65 എടുക്കാവൂ. രണ്ടും ഒരേ ടൈം എടുത്തു കഴിഞ്ഞാൽ ഇത് തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ആയിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കും. ഇപ്പോൾ 40 മില്ലിമീറ്റർ എബോ എച്ച് പിയിലെ ലോക്കസ് വരച്ച് ട്രൂ ലെങ്ത് കട്ട് ചെയ്ത് അതിന്റെ പാരലായിട്ട് വരുന്ന ടോപ്പ് വ്യൂ കണ്ടുപിടിച്ച ശേഷം മാത്രമേ 65 ഇൻ ഫ്രണ്ട് ഓഫ് വി പിയിലെ ലോക്കസ് വരയ്ക്കാവൂ. ഇതേപോലെ തന്നെ 40 മാർക്ക് ചെയ്ത പോലെ തന്നെ എക്സ് ലൈനിൽ ഏതെങ്കിലും 2 പോയിന്റ് 65 താഴോട്ടേക്ക് ഒരു പോയിന്റ് എടുക്കുക, വേറെ പോയിന്റ് 65 താഴോട്ടേക്ക് ഒരു പോയിന്റ് എടുക്കുക. ഈ 2 പോയിന്റ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ലൈന് പാരലായിട്ട് വരുന്നൊരു ലോക്കസ് ആയി. ഈ ലോക്കസിലേക്ക് വീണ്ടും 65 കോമ്പസിലെടുത്ത് എൻഡ് എ എന്ന് കട്ട് ചെയ്യാം. എൻഡ് എ കട്ട് ചെയ്ത പോയിന്റിന് B2 എന്ന് കൊടുക്കുക. B2 കണക്ട് ചെയ്താൽ ട്രൂ ലെങ്ത് ആയിരിക്കും 65 മില്ലിമീറ്റർ ആയിരിക്കും. ഇവിടെയും എയും B2 രണ്ടും 2 ഹൈറ്റിലായതുകൊണ്ട് തന്നെ കണക്ട് ചെയ്യുമ്പോൾ ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഒരു ലൈൻ കിട്ടുക. ട്രൂ ലെങ്തും ആണ് ഇൻക്ലൈൻഡും ആണ്. അപ്പൊ ഈ B2ന്റെ ഫ്രണ്ട് വ്യൂ എ ഡാഷ് B2 ഡാഷ് എക്സ് ലൈന് പാരലും അപ്പാരന്റും ആയിരിക്കും. ഇപ്പൊ B2 ഡാഷ് കണ്ടുപിടിച്ചിട്ടില്ല. എ ഡാഷ് നമുക്കറിയാം. എ ഡാഷിലൂടെ ഒരു പാരലൽ ലൈൻ വരച്ചിട്ട് B2 നേരെ ആ ലൈനിലോട്ട് പ്രൊജക്ട് ചെയ്യാം. അപ്പൊ ആ ലൈനിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് B2 ഡാഷ് ആയി മാറും. ഇപ്പൊ നമുക്ക് ഫ്രണ്ട് വിയുടെ അപ്പാരൽ ലെങ്ത്തും കിട്ടി, ടോപ്പ് വിയുടെ അപ്പാരൽ ലെങ്ത്തും കിട്ടി. പക്ഷേ ഈ 2 ലൈനും എക്സ് ലൈന് പാരലായിട്ടാണ് കിട്ടിയിരിക്കുന്നുണ്ടാവുക. ഇനി ഇതിനെ റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി നമ്മൾ ലോക്കസ് വരച്ചിട്ടുണ്ട്. B1 ഡാഷിന്റെ ലോക്കസ് അറിയാം, B2ന്റെ ലോക്കസ് അറിയാം. ഈ ലോക്കസിലേക്ക് ഈ അപ്പാരൽ ലെങ്ത്തിനെ റൊട്ടേറ്റ് ചെയ്യാം. അതായത് എ ഡാഷ് B2 ഡാഷിനെ B1 ഡാഷിന്റെ ലോക്കസിലേക്കും റൊട്ടേറ്റ് ചെയ്യാം. B1നെ B2ന്റെ ലോക്കസിലേക്കും റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ഒന്നുകൂടി പറയാം. എ ഡാഷ് B2 ഡാഷിനെ B1 ഡാഷിന്റെ ലോക്കസിലേക്കും B1നെ B2ന്റെ ലോക്കസിലേക്കും റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ആ കിട്ടുന്ന പോയിന്റ് ആണ് B ഡാഷും ബിയും. എ ഡാഷ് B ഡാഷ് കണക്ട് ചെയ്ത ഫ്രണ്ട് വ്യൂ ആയി, AB കണക്ട് ചെയ്താൽ ടോപ്പ് വ്യൂ ആയി. ഇനി നമ്മൾ വരച്ചത് കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ B ഡാഷും ബിയും ഒരേ പ്രൊജക്ഷൻ ലൈനിൽ വരണം. ഇനി എ ഡാഷ് B ഡാഷിന്റെ ലെങ്ത് നിങ്ങൾ സ്കെയിൽ യൂസ് ചെയ്ത് മെഷർ ചെയ്ത് സൈഡിൽ എഴുതുക. AB ലെങ്ത്തും മെഷർ ചെയ്ത് സൈഡിൽ എഴുതുക. കാരണം ടോപ്പ് വ്യൂയുടെയും ഫ്രണ്ട് വ്യൂയുടെയും ലെങ്ത് മെഷർ ചെയ്യാൻ ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ട്രേസസ് ആണ്. ഇതേപോലെ എ ഡാഷ് B ഡാഷ് അതായത് അപ്പാരൽ ലെങ്ത്തിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു.
എക്സ് ലൈനിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് എച്ച് ഡാഷ് ആയിട്ട് കൊടുക്കുക. അതേപോലെ എ ബിനെയും എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ് ലൈനിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് സ്മോൾ വി, മറ്റേത് എച്ച് ഡാഷ് കഴിഞ്ഞിട്ടും എക്സ്റ്റെൻഡ് ചെയ്യണം, ഈ ടോപ്പ് വ്യൂ വി കഴിഞ്ഞിട്ടും എക്സ്റ്റെൻഡ് ചെയ്യണം. എച്ച് ഡാഷ് എന്നൊരു പെർപെൻഡിക്കുലർ ലൈൻ മുകളിലോട്ട് വരയ്ക്കുമ്പോൾ ടോപ്പിയുടെ ലൈനിൽ എച്ച് ടി കിട്ടും. അതുപോലെ വി എന്ന ഫ്രണ്ട് വിയുടെ ലൈനിലേക്ക് ഒരു പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കുമ്പോൾ ഫ്രണ്ട് വിയിൽ വി ടിയും കിട്ടും. അങ്ങനെ എച്ച് ഡാഷും വിയും എച്ച് ടി വി ടി മറക്കുക. അപ്പം ട്രേസസും ആയി. ഇതാണ് ആൻസർ. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ഹെക്സഗണൽ പ്രിസം വിത്ത് എ സൈഡ് ഓഫ് ബേസ് 20 millimeter an axis 70 millimeter is resting on an edge of the base on the HP inclined at 40 degree to the VP with its axis inclined at 60 degree to the HP. Draw the projection of the solid. ഇപ്പം ഇതിൽ നമ്മൾ എടുക്കുന്ന സോളിഡ് എന്ന് പറയുന്നത് പ്രിസമാണ്, ഹെക്സഗണൽ പ്രിസം. അതിൻ്റെ സൈഡ് ലെങ്ത് തന്നിട്ടുണ്ട് 20 millimeter. ആക്സിസ് ലെങ്ത്, അതായത് പ്രിസത്തിൻ്റെ ഹൈറ്റാണ് 70 millimeter. അതെങ്ങനെ റെസ്റ്റ് ചെയ്യുന്നു? ഓൺ ആൻ എഡ്ജ് ഓഫ് ദി ബേസ് ഓൺ ദി എച്ച് പി. എഡ്ജ് എന്ന് പറയുന്നത് ബേസിൻ്റെ സൈഡാണ്. അതായത് ഹെക്സഗണിലെ 6 സൈഡിലെ ഒരു സൈഡിൽ മാത്രമായിട്ടാണ് ഇപ്പോൾ സോളിഡ് റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം. ഒന്നെങ്കിൽ ഇതുപോലെ ബേസ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്നു എന്നായിരിക്കാം പറയാം, അല്ലെങ്കിൽ ബേസ് കോർണറിൽ റെസ്റ്റ് ചെയ്യുന്നു എന്നായിരിക്കും പറയാം. ഇതിൽ ബേസ് എഡ്ജിലാണ് എന്നുണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങൾ ഹെക്സഗൺ വരയ്ക്കുന്നത് എക്സ് ലൈനിൽ ടച്ച് ചെയ്തിട്ടായിരിക്കും. അതായത് ഫസ്റ്റ് ഫിഗർ വരയ്ക്കുമ്പോൾ തന്നെ റെസ്റ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എക്സ് ലൈനിൽ ടച്ച് ചെയ്ത് വരയ്ക്കും. അതല്ല ചെയ്യേണ്ടത്, റൈറ്റ് സൈഡായിട്ട് വേണം വരയ്ക്കാൻ. അതായത് ഒരു എഡ്ജാണ് അല്ലെങ്കിൽ ഒരു എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഹെക്സഗൺ വരയ്ക്കുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ എക്സ് ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് സൈഡ് വരുന്ന രീതി വരയ്ക്കണം. ഇതേ തന്നെ റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് കോർണർ എന്ന് പറയുകയാണെങ്കിൽ കോർണർ റൈറ്റ് സൈഡ് വരുന്ന രീതിയിൽ വരയ്ക്കണം. അല്ലാതെ ഫസ്റ്റ് പൊസിഷനിൽ തന്നെ ആ ബേസ് വരയ്ക്കുമ്പോൾ എക്സ് ലൈനിൽ ടച്ച് ചെയ്ത് വരയ്ക്കരുത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. ബേസ് കോർണറിൽ റെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ കോർണർ റൈറ്റ് സൈഡ് വരുന്ന രീതി വരയ്ക്കാം. എന്ത് ഷേപ്പ് ആണെങ്കിലും, പെൻഡഗണോ സ്ക്വയറോ ട്രയാങ്കിളോ ഹെക്സഗണോ എന്താണെങ്കിലും. ഇനി ബേസ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബേസ് എഡ്ജ് റൈറ്റ് സൈഡിൽ എക്സ് ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന രീതി വേണം വരയ്ക്കാൻ. ഇപ്പം ഇവിടെ നമുക്ക് പറയുന്നത് ഹെക്സഗണൽ റെസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണ്? ഒരു ബേസ് എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫ്രണ്ട് വീലാണോ ടോപ്പ് വീലാണോ ഹെക്സഗൺ വരയ്ക്കേണ്ടത് നമുക്ക് പിന്നീട് നോക്കാം. ഏത് വീല് വരയ്ക്കുകയാണെങ്കിലും ഹെക്സഗൺ വരയ്ക്കുമ്പോൾ ഒരു സൈഡ് എക്സ് ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് റൈറ്റ് സൈഡ് വരുന്ന രീതിയിൽ ഹെക്സഗൺ വരയ്ക്കണം. ഇനി നോക്കാം, ടോപ്പിൽ നിന്നാണോ ഫ്രണ്ട് വീൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പം ഇവിടെ ഫസ്റ്റ് ഇൻക്ലിനേഷൻ തന്നിരിക്കുന്നത് 40 ഡിഗ്രി ആണ്. ആ സെൻറ്റൻസ് നോക്കിയാൽ തന്നെ അറിയാം. ദ സോളിഡ് ഈസ് റെസ്റ്റിംഗ് ഓൺ ആൻ എഡ്ജ് ഓഫ് ദി ബേസ് ഓൺ എച്ച് പി ആൻഡ് ഇൻക്ലൈൻ 40 ഡിഗ്രി ടു വി പി. അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അതായത് ഒരു സൈഡ് എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്നു, ആ എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്ന ആ സൈഡിൻ്റെ ഇൻക്ലിനേഷൻ തന്നെയാണ് 40 ഡിഗ്രി. അതായത് ഒന്ന് സൈഡ് ഇൻക്ലിനേഷനായിട്ടും പിന്നീട് വരുന്നത് ആക്സിസ് ഇൻക്ലിനേഷനായിട്ട്. അതായത് 60 ഡിഗ്രി എന്ന് പറയുന്ന ആക്സിസ് ഇൻക്ലിനേഷനാണ്. ചില സ്റ്റുഡൻസ് പഠിച്ചു വെക്കാറുണ്ട്, ക്വസ്റ്റ്യനിൽ ആദ്യം തരുന്ന ആംഗിൾ ആദ്യം കൊടുക്കുന്ന ആംഗിൾ ആയിരിക്കും, രണ്ടാമത് തരുന്ന ആംഗിൾ രണ്ടാമത് കൊടുക്കുന്ന ആംഗിൾ ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, പക്ഷെ അങ്ങനെ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം തെറ്റും. കാരണം ആദ്യം തന്നിരിക്കുന്നത് 40 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിളാണ്, രണ്ടാമതാണ് 60 ഡിഗ്രി ആംഗിൾ തന്നിരിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ ആദ്യം കൊടുക്കുന്നത് 60 ഡിഗ്രി ആയിരിക്കും, മൂന്നാമത്തെ പൊസിഷനിലാണ് 40 ഡിഗ്രി കൊടുക്കുന്നത്. അതായത് ഈ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരെണ്ണം ബേസ് എഡ്ജിൻ്റെ ഇൻക്ലിനേഷനും ഒരെണ്ണം ആക്സിസിൻ്റെ ഇൻക്ലിനേഷനുമായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം ബേസ് എഡ്ജും ഒരെണ്ണം ആക്സിസിൻ്റെ ഇൻക്ലിനേഷനായിട്ട് തരുന്ന പ്രോബ്ലത്തിൽ നമ്മൾ ആദ്യം കൊടുക്കുന്ന ആക്സിസ് ഇൻക്ലിനേഷനാണ്, പിന്നീടാണ് ബേസ് എഡ്ജിൻ്റെ ഇൻക്ലിനേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ പഠിച്ചു വയ്ക്കരുത്. ആദ്യം ക്വസ്റ്റിൽ തരുന്ന ആംഗിൾ ആദ്യം എടുക്കുക, രണ്ടാമത് ക്വസ്റ്റിൽ തരുന്ന ആംഗിൾ രണ്ടാമത് എടുക്കുക എന്നുള്ള രീതിയിൽ പഠിച്ചു വയ്ക്കരുത്. ക്വസ്റ്റ്യൻ നന്നായി വൃത്തിയിൽ വായിച്ചു നോക്കുക. മിക്കവാറും ആക്സിസ് ഇൻക്ലിനേഷനാണ് നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ കൊടുക്കുന്നുണ്ടാവുക. തേർഡ് പൊസിഷനിൽ കൊടുക്കുന്നത് ബേസ് എഡ്ജിൻ്റെ ഇൻക്ലിനേഷൻ ആയിരിക്കും. അതായത് ബേസ് എഡ്ജിൻ്റെ ഇൻക്ലിനേഷനും ആക്സിസും തരുന്ന പ്രോബ്ലത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഇപ്പോൾ ഇവിടെ ആദ്യം കൊടുക്കുന്നത് 60 ഡിഗ്രി, പിന്നീടാണ് നമ്മൾ 40 ഡിഗ്രി കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ഫിഗറിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെ മനസ്സിലാക്കുന്ന, ടോപ്പ് വീലാണോ ഫ്രണ്ട് വീലാണോ എന്നുള്ളത്. നമ്മൾ രണ്ടാമത് കൊടുക്കുന്ന ഇൻക്ലിനേഷൻ എച്ച് പി ആയിട്ടാണ് തരുന്നതെങ്കിൽ ആ പ്രോബ്ലം മിക്കവാറും സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്പ് വ്യൂ ആയിരിക്കും. അപ്പോൾ ഈ ആക്സിസ് ഇൻക്ലിനേഷൻ മാത്രമല്ല നമ്മൾ നോക്കുന്നത്,
സോളിഡ് റെസ്റ്റ് ചെയ്യുന്നത് HP-യിലാണ് എന്നുകൂടി പറയുന്നു എന്ന് വിചാരിക്കാം. ഇപ്പം ഇവിടെയും വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് റെസ്റ്റിംഗ് ഓൺ HP എന്ന് പറയുന്നുണ്ട്. ആ രണ്ട് പോയിന്റ് കൂടി കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഫൈനൽ ഒരു ഡിസിഷനിലേക്ക് എത്താൻ ഏത് വ്യൂ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഫ്രണ്ട് വ്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോബ്ലത്തിലാണെങ്കിൽ സോളിഡ് റെസ്റ്റിംഗ് ഓൺ VP എന്നായിരിക്കും പറയുക. അതേപോലെ രണ്ടാമത്തെ പൊസിഷനിൽ, ഫസ്റ്റ് പൊസിഷൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ പൊസിഷനിൽ ഇൻക്ലിനേഷൻ കൊടുക്കുന്നത് VP ആയിട്ടുള്ള ആംഗിൾ ആയിരിക്കും. ഈ പ്രോബ്ലത്തിൽ 60 ഡിഗ്രി ടു HP ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ HP ആയിട്ടാണ് ആംഗിൾ തരുന്നതുകൊണ്ട് തന്നെ ടോപ്പിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. കൂടാതെ ഈ സോളിഡ് റെസ്റ്റ് ചെയ്യുന്നത് HP-യിലാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കൺഫേം ചെയ്യാം ഈ പ്രോബ്ലം ടോപ്പിൽ നിന്നാണ് തുടങ്ങുന്നത്. അതായത് ഹെക്സഗൺ വരയ്ക്കേണ്ടത് ടോപ്പിലാണ്. ഇനി ഹെക്സഗൺ എങ്ങനെ വരയ്ക്കണം? ഒരു സൈഡിൽ അല്ലെങ്കിൽ ഒരു ബേസ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് റൈറ്റ് സൈഡിൽ XY പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന രീതിയിൽ വരയ്ക്കണം. അപ്പോൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ ഹെക്സഗൺ വരയ്ക്കണം. അതിന് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഹൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂ കിട്ടും. അപ്പോൾ ഈ ഫ്രണ്ട് വ്യൂ ടോപ്പ് ഫസ്റ്റ് പൊസിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിലേക്ക് വരുമ്പോൾ നമ്മൾ 60 ഡിഗ്രി ആംഗിളാണ് കൊടുക്കുന്നത്. അവിടെ നമുക്കൊരു കാര്യം ആലോചിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ ആക്സിസ് ഇൻക്ലിനേഷനാണ് തരുന്നത്. 60 ഡിഗ്രിയിൽ ആക്സിസ് വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻക്ലിനേഷൻ കൊടുക്കുന്നതിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ. ഒരു ബേസ് എഡ്ജ് XY ലൈനിൽ ടച്ച് ചെയ്യണം അല്ലെങ്കിൽ HP-യിൽ റെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ആ ഒരു തെറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ബേസ് വരയ്ക്കുക. ആക്സിസ് ആണ് ക്വസ്റ്റിൽ തരുന്നെങ്കിലും ബേസിന് ഇൻക്ലിനേഷൻ കൊടുക്കുക. അപ്പോൾ ബേസിൻ്റെ ഇൻക്ലിനേഷൻ എങ്ങനെയായിരിക്കും? നമ്മൾ എടുക്കുന്നതെല്ലാം റൈറ്റ് സോളിഡ് ആണ്. റൈറ്റ് സോളിഡ് എന്ന് പറഞ്ഞാൽ ബേസും ആക്സിസും പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന സോളിഡിനെയാണ് നമ്മൾ റൈറ്റ് സോളിഡ് എന്ന് പറയുക. അതേ ബേസിന് 90 ഡിഗ്രി ആംഗിളിലായിരിക്കും ആക്സിസ് വരാം. അതുകൊണ്ട് തന്നെ ആക്സിസിന്റെ ഇൻക്ലിനേഷൻ എത്രയാണോ 90 ഡിഗ്രിയിൽ നിന്ന് ആ ആക്സിസ് ഇൻക്ലിനേഷൻ മൈനസ് ചെയ്യുന്നതായിരിക്കും ബേസിന്റെ ഇൻക്ലിനേഷൻ. ഒന്നുകൂടി വൃത്തിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആക്സിസിന്റെ ഇൻക്ലിനേഷൻ 60 ഡിഗ്രിയാണ്. ബേസിന്റെ ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കാൻ 90 മൈനസ് 60 ചെയ്യുക. അപ്പോൾ 30 ഡിഗ്രി ആയിരിക്കും ബേസിന്റെ ഇൻക്ലിനേഷൻ ആയിട്ട് വരാം. ഓർക്കുക, ക്വസ്റ്റ്യനിൽ ആക്സിസ് ഇൻക്ലിനേഷൻ ആണ് തരുന്നെങ്കിലും നമ്മൾ കുറച്ചുകൂടി തെറ്റ് വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി ബേസ് ആദ്യം വരയ്ക്കുന്നു എന്നേ ഉള്ളൂ. നിർബന്ധമൊന്നുമില്ല, ഇങ്ങനെ തന്നെ വരയ്ക്കണം നിർബന്ധമൊന്നുമില്ല, തെറ്റ് വരാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ബേസിന്റെ ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കുന്നു 90 മൈനസ് 60. അപ്പോൾ 30 ഡിഗ്രിയാണ് ബേസിന്റെ ഇൻക്ലിനേഷൻ. ഇപ്പോൾ XY ലൈനിൽ ഒരു പോയിന്റ് എടുക്കാം. പിന്നെ 30 ഡിഗ്രി ലെഫ്റ്റിലോട്ട് ഒരു ലൈൻ വരച്ചിട്ട് അതിൽ ബേസ് കട്ട് ചെയ്യുക. ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P', Q' മുതൽ S', T' വരെയുള്ള ലെങ്ത്. അപ്പോൾ S', T' XY ലൈനെ ടച്ച് ചെയ്യണം. അവിടെ നിന്നാണ് P', Q' വരെ ലെങ്ത് എടുത്ത് കട്ട് ചെയ്യുന്നത്. ഇനി സെൻറ്ററിൽ കാണുന്ന R', U' അതേ ലൈനിൽ തന്നെ മാർക്ക് ചെയ്യാം. ഈ 3 പോയിന്റൊന്നും ഈ പ്രിസത്തിന്റെ ഹൈറ്റ് 70 പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ ടിൽറ്റ് ചെയ്തിരിക്കുന്ന ഒരു പൊസിഷനിൽ കിട്ടും. അതായത് ആക്സിസ് 60 ഡിഗ്രിയിൽ തന്നെ വരും. എല്ലാ പോയിന്റ്സും അതേപോലെ തന്നെ ഫസ്റ്റ് പൊസിഷനിൽ മാർക്ക് ചെയ്ത പോലെ തന്നെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ടോപ്പിലോട്ട് പ്രൊജക്റ്റ് ചെയ്യാം. ടോപ്പിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ P' എന്ന ഫ്രണ്ട് വീന്ന് താഴോട്ടേക്ക് വരുന്ന ലൈനും ഫസ്റ്റ് പൊസിഷനിലെ ടോപ്പ് ചെയ്യുന്ന P എന്ന് ഹൊറിസോണ്ടലി വരുന്ന ലൈനും മീറ്റ് ചെയ്യുന്ന പോയിന്റ് P ആയിട്ട് എടുക്കുക. അങ്ങനെ Q കണ്ടുപിടിക്കുക. Q' എന്ന താഴോട്ട് വരുന്ന ലൈനും ഫസ്റ്റ് പൊസിഷനിലെ ടോപ്പിലെ Q എന്ന് ഹൊറിസോണ്ടലി വരുന്ന ലൈനും മീറ്റ് ചെയ്യുന്ന പോയിന്റ് Q. അങ്ങനെ P, Q, R, S, T, U അതുപോലെ A, B, C, D, E, F ഈ എല്ലാ പോയിന്റ്സും മാർക്ക് ചെയ്യാം. ഇത് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കറിയാം ഈ ടോപ്പിലെ എല്ലാ ലൈൻസും വിസിബിൾ ആയിരിക്കില്ല. കുറേ ലൈൻസ് ഇൻവിസിബിൾ ആയിരിക്കും, കുറേ ലൈൻസ് വിസിബിളും ആയിരിക്കും. അപ്പോൾ ഈ ഇൻവിസിബിൾ ലൈനും വിസിബിൾ ലൈനും കാണാൻ വേണ്ടി നമ്മൾ ഈ ടോപ്പിൽ കിട്ടിയ എല്ലാ പോയിന്റ്സും ആദ്യം ഡോട്ടഡ് ആയിട്ട്, അതായത് ഇൻവിസിബിൾ ആയിട്ട് മാറിക്കുക. PQ, QR, RS, ST, TU, UP അതുപോലെ AB, BC, CD, DE, EF, FA. ഇനി PA, QB, RC, SD, TE അതുപോലെ UF എല്ലാ ലൈൻസും നമ്മൾ ഡോട്ടഡ് ആയിട്ട് മാർക്ക് ചെയ്യുക. അങ്ങനെ ഡോട്ടഡ് ആയിട്ട് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടോപ്പിൽ കാണുന്ന ഷേപ്പ് എന്താണ് എന്നുള്ളൊരു ഐഡിയ കിട്ടും. അതിൻ്റെ ബോർഡർ ലൈൻ, ഔട്ട് ലൈൻ ഏതൊക്കെയാണ് ഔട്ട്ലൈൻ ആയിട്ട് വരുന്നതെന്നും കിട്ടും. ഇനി നമ്മൾ തിക്കായിട്ട് ഈ പറഞ്ഞ ഔട്ട്ലൈൻ PQ ഔട്ട്ലൈൻ ആയിട്ട് വരും, QR ഔട്ട്ലൈൻ ആയിട്ട് വരും, പിന്നെ RC ആണ് ഔട്ട്ലൈൻ ആയിട്ട് വരിക, CD, DE, EF, FU, UP ഇത്രയും ലൈനാണ് ഇതിൻ്റെ ബോർഡർ ലൈനായിട്ട് വരാം. ആ ബോർഡർ ലൈൻ വിസിബിൾ ആക്കി കൊടുക്കുക, അതായത് ഡോട്ടഡ് ആയിട്ട് മാറ്റിയ ലൈൻ തിക്കാക്കി കൊടുക്കുക. ഇനി ഫ്രണ്ട് വ്യൂയിലേക്ക് പോയിട്ട് താഴോട്ട് 2 ആരോ വരയ്ക്കുക. അപ്പോൾ ഇത് ഈ ഫിഗറിൽ കാണുന്ന പോലെ താഴോട്ട് 2 ആരോ വരയ്ക്കുക. ആ ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന മുകളിൽ നിന്ന് താഴോട്ടേക്ക് നോക്കുന്ന ഒരു ഒബ്സർവറിൻ്റെ ഡയറക്ഷൻ ഓഫ് വ്യൂ ആണ്.
അപ്പോൾ അത് ആദ്യം ടച്ച് ചെയ്യുന്ന ലൈൻ വിസിബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ബേസ് ആയിട്ടുള്ള ടോപ്പ് ഫേസ് ആയിട്ടുള്ള ABCDF എന്ന് പറയുന്നത് അതൊരു ലൈനായിട്ടാണ് ഫ്രണ്ട് വീൽ കാണുക. ആ ലൈനിലേക്ക് ആരോ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടോപ്പ് ഫേസിലുള്ള എല്ലാ സൈഡും വിസിബിളാക്കി കൊടുക്കുക. അതായത് AFഉം ABയും BCയും തിക്കാക്കി മാറ്റുക. പിന്നെ നമ്മൾക്ക് ടച്ച് ചെയ്യുന്നത് Q ഡാഷ് P ഡാഷ് B ഡാഷ് A ഡാഷ് എന്ന് പറയുന്ന ലൈനാണ്. PAയും QSഉം വിസിബിളാക്കി കൊടുക്കുക. ഇനി ഇൻവിസിബിളായിട്ട് വരുന്ന ലൈൻ ഇൻവിസിബിൾ തന്നെയായിരിക്കും. അങ്ങനെയാണ് നമ്മൾ വിസിബിൾ ലൈനും ഇൻവിസിബിൾ ലൈനും വളരെ ഈസി ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത്. ഇനി അടുത്തെന്താണ്? റെസ്റ്റ് ചെയ്യുന്ന എഡ്ജിൻ്റെ ഇൻക്ലിനേഷനാണ് 40 ഡിഗ്രി. ഇവിടെ റെസ്റ്റ് ചെയ്യുന്ന എഡ്ജ് എന്ന് പറയുന്നത് ST ആണ്. അപ്പോൾ STക്ക് വേണം 40 ഡിഗ്രി ആംഗിൾ കൊടുക്കാൻ. അപ്പോൾ ഇത് തേർഡ് പൊസിഷനിലെ ഫിഗർ മാറ്റി വരയ്ക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ പുറത്തുകൂടെ ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക. എല്ലാ കോർണറിലും ടച്ച് ചെയ്ത XY ലൈന് പാരലായിട്ടും XY ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടും വരുന്ന ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക. അതിനെയാണ് ഞാൻ 1 2 3 4 എന്ന് നമ്പർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ റെസ്റ്റ് ചെയ്യുന്ന എഡ്ജിന് പാരലായിട്ട് വരുന്നത് 2 3യും 1 4 ആണ്. അപ്പോൾ 2 3ക്ക് എന്താണ് 40 ഡിഗ്രി ആംഗിളിൽ 2 3 മാറ്റി വരയ്ക്കുക. എന്നിട്ട് ആ 2ന്നും 3ന്നും പെർപെൻഡിക്കുലറായിട്ട് ലൈൻ വരച്ച് 1ഉം 4ഉം മാർക്ക് ചെയ്യുക. അപ്പോൾ ആ റെക്ടാങ്കിൾ അതേപോലെ കിട്ടും. ഇനി ആ റെക്ടാങ്കിളിൽ ഈ സോളിഡിൻ്റെ കോർണറൊക്കെ വരുന്നത് അതേപോലെ കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ പ്രിസം തന്നെ നമുക്ക് 40 ഡിഗ്രിയിൽ മാറ്റി വരയ്ക്കാനായിട്ട് പറ്റും. ഇനി എല്ലാ പോയിന്റ്സും അതേപോലെ മാർക്ക് ചെയ്യുക. അതൊന്ന് ഫ്രണ്ട് വ്യൂലോട്ട് പ്രൊജക്റ്റ് ചെയ്യുക, മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുക. സെക്കൻഡ് പൊസിഷനിൽ ഫ്രണ്ട് വ്യൂ നിന്നും ഹൊറിസോണ്ടലി പ്രൊജക്റ്റ് ചെയ്യുക. ഇതേപോലെ തന്നെ P നിന്ന് മുകളിലോട്ട് വരുന്ന ലൈനും സെക്കൻഡ് പൊസിഷനിൽ ഫ്രണ്ട് വ്യൂ P ഡാഷ് വരുന്ന ലൈനും മീറ്റ് ചെയ്യുന്ന പോയിന്റ് P ഡാഷ്. അങ്ങനെ എല്ലാ പോയിന്റും Q ഡാഷ് R ഡാഷ് S ഡാഷ് T ഡാഷ് U ഡാഷ് A ഡാഷ് B ഡാഷ് C ഡാഷ് D ഡാഷ് ഒക്കെ മാർക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ സെക്കൻഡ് പൊസിഷനിലെ ടോപ്പിൽ മാർക്ക് ചെയ്ത പോലെ ലാസ്റ്റ് ഫിഗറിലെ ഫ്രണ്ട് വീലും കുറേ ലൈൻസ് ഹിഡൻ ആയിരിക്കും, കുറേ ലൈൻസ് വിസിബിൾ ആയിരിക്കും. അപ്പോൾ അത് കാണാനായിട്ട് എല്ലാ ലൈൻസും ഇതേപോലെ ഡോട്ടഡ് ആയിട്ട് ആദ്യം കൊടുക്കുക. ഡോട്ടഡ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫിഗറിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടും. അതിൻ്റെ ബോർഡർ ലൈൻ ഏതൊക്കെയാണ് ബോർഡർ ലൈനായിട്ട് വരുന്നത് അത് തിക്കാക്കി കൊടുക്കുക. ഇനി നോക്കേണ്ടത് ടോപ്പിയിൽ ഒബ്സർവറിന് നിയർ ആയിട്ട് വരുന്ന ഫേസ് ഏതാണ്? PQRSTU ആണ് ഒബ്സർവർ നിയർ ആയിട്ട് വരുന്നത്. ABCD XY ലൈൻ അടുത്തായിട്ട് വരുന്ന ഫേസുമാണ്. അപ്പോൾ ഒബ്സർവറിന് അടുത്ത് വരുന്ന ഫേസ് ആയിരിക്കും വിസിബിൾ ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ PQRSലെ എല്ലാ എഡ്ജും ആ ഫേസിലെ എല്ലാ എഡ്ജും തിക്കാക്കി കൊടുക്കുക. അപ്പോൾ അതിന് തിക്കാക്കി കൊടുക്കുമ്പോൾ ഇത് പെടാത്ത ഡോട്ടഡ് ആയിട്ടുള്ള ലൈൻ ഡോട്ടഡ് ആയിട്ട് തന്നെ കിടക്കും. അപ്പോൾ അത് ഇൻവിസിബിൾ തന്നെയായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ തേർഡ് പൊസിഷൻ വരയ്ക്കേണ്ടത്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ. എ ടെട്രാഹിഡ്രൻ ഓഫ് an 80 millimeter long edge has an edge on HP and is inclined at 45 degree to the VP while the face containing that edge is vertical. Draw its projection. ഇപ്പോൾ ഇവിടെ നോക്കി ടെട്രായിഡൻ എന്ന് പറയുന്നത് ആക്ച്വലി ക്യൂബ് പോലെ തന്നെ. ക്യൂബ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ പ്രിസമാണ്. എല്ലാ സൈഡും ഒരുപോലെ ഇരിക്കുന്നുണ്ട് അതിനെ ക്യൂബ് എന്ന് പറയുന്നു. അതേപോലെ തന്നെ ടെട്രാഹിഡൻ ഒരു ട്രയാങ്കുലർ പിരമിഡാണ്. എല്ലാ ഫേസും ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. എങ്ങനെ വെച്ചാലും ഒരേപോലെ ഇരിക്കും. അപ്പോൾ ഒരു ട്രയാങ്കുലർ പിരമിഡായിട്ടാണ് ടെട്രാഹിഡൻ വരുന്നത്. അതിൻ്റെ ഹൈറ്റ് നമ്മൾ തരാറില്ല, സൈഡ് ലെങ്ത് മാത്രമേ തരുള്ളൂ. ക്യൂബിൻ്റെയും ഹൈറ്റ് തരാറില്ല, കാരണം സൈഡ് ലെങ്ത് തന്നെയാണ് ഹൈറ്റായിട്ട് എടുക്കുന്നത്. പക്ഷേ ടെട്രാഹിഡനിൽ ഈ 80 തന്നെയല്ല ഹൈറ്റ്, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. സ്ലാൻഡ് എഡ്ജാണ്, കോർണറിൽ നിന്ന് എപ്പെക്സിലേക്ക് വരുന്നതാണ് 80 ആയിട്ട് വരുന്നത്. പലരും ഈ ടെട്രാഹിഡൻ വരയ്ക്കുമ്പോൾ 80 ഹൈറ്റായിട്ട് എടുക്കാറുണ്ട്. അത് ആ തെറ്റ് വരുത്തരുത്. എങ്ങനെ വരയ്ക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ടെട്രാഹിഡൻ അതിൻ്റെ എഡ്ജ് 80 മില്ലിമീറ്റർ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുമ്പോൾ ഒരു ആംഗിൾ മാത്രമേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ, 45 ഡിഗ്രി ടു VP എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഹെക്സഗൺ പ്രിസം പറഞ്ഞ പോലെ തന്നെ ഈ ടെട്രായിഡൻ റെസ്റ്റ് ചെയ്യുന്നത് ഒരു ബേസ് എഡ്ജിലാണ്. ആ റെസ്റ്റ് ചെയ്യുന്ന ബേസ് എഡ്ജിൻ്റെ ഇൻക്ലിനേഷൻ ആയിട്ടാണ് 45 ഡിഗ്രി തന്നിരിക്കുന്നത്. അതായത് തേർഡ് പൊസിഷനിൽ കൊടുക്കേണ്ട ആംഗിളാണ് 45 ഡിഗ്രി. അപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ എങ്ങനെ ആംഗിൾ കൊടുക്കും? ആ ആംഗിളായിട്ടല്ല തന്നിരിക്കുന്നത്, പകരം ഇപ്പോൾ റെസ്റ്റ് ചെയ്യുന്ന ഒരു എഡ്ജ് എന്ന് പറഞ്ഞു. ആ എഡ്ജിൽ നിന്ന് വരുന്ന ഒരു ട്രയാങ്കുലർ ഫേസ് ഉണ്ടാവും, അത് വെർട്ടിക്കൽ ആയിട്ട് വെക്കണം. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ HPക്ക് പെർപെൻഡിക്കുലർ എന്നർത്ഥം. ആ ഫേസ് സ്ലാൻഡിങ് ആയിരിക്കും ഫസ്റ്റ് പൊസിഷനിൽ, അതായത് HPക്ക് ഇൻക്ലൈൻഡ് ആയിരിക്കും. ആ ഫേസിനെ HPക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുന്നതാണ് സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുന്നത്. അവിടെ ആംഗിളൊന്നുമില്ല, ആ ട്രയാങ്കുലർ ഫേസ് വെർട്ടിക്കലാക്കി വെക്കുക, അതാണ് സെക്കൻഡ് പൊസിഷനിൽ നമ്മൾ കൊടുക്കുന്നത്. എന്നിട്ടാണ് തേർഡ് പൊസിഷനിൽ 45 ഡിഗ്രി ഇൻക്ലിനേഷൻ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, ടെട്രാഹിഡൻ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കുലർ പിരമിഡ് ആണെന്ന് പറഞ്ഞു. ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഓക്കെ,
അപ്പോൾ ഇവിടെ ഒരു എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ റെസ്റ്റ് ചെയ്യുന്ന സൈഡ് എക്സ് ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് റൈറ്റ് സൈഡ് വരുന്ന രീതി വരയ്ക്കുക. അപ്പോൾ നമ്മൾ ആദ്യം 80 മില്ലിമീറ്ററിലൊരു ലൈൻ എക്സ് ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് ടോപ്പിൽ വരയ്ക്കുക. ആ 80യുടെ രണ്ട് എൻഡിൽ നിന്നും 80 തന്നെ കോമ്പസിലെടുത്തിട്ട് രണ്ട് എൻഡിൽ നിന്നും ആർക്ക് കട്ട് ചെയ്യുക. അപ്പോൾ മൂന്നാമത്തെ കോർണർ കിട്ടും. സാധാരണ നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കുന്ന പോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും. അല്ലെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് 80 മില്ലിമീറ്റർ ലെങ്ത് വരുന്ന ഒരു ലൈൻ എക്സ് ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് ടോപ്പിൽ വരയ്ക്കുക. ഈ രണ്ട് എൻഡിൽ നിന്നും 60 ഡിഗ്രി ആംഗിൾ അകത്തോട്ട് എടുക്കുക. അപ്പോൾ 60 ഡിഗ്രി വരുന്ന ലൈൻ ഒരു പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യും. ആ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും തേർഡ് കോർണർ. ഇങ്ങനെ നമുക്കൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാം. കോമ്പസ് യൂസ് ചെയ്ത് കട്ട് ചെയ്തിട്ടും വരയ്ക്കാം, അല്ലെങ്കിൽ 60 ഡിഗ്രി ആംഗിൾ വരച്ചാലും നമുക്ക് ടെട്രാഹെഡ്രൺ കിട്ടും. ഇനി ഈ ടെട്രാഹെഡ്രൺ ഒരു പിരമിഡാണ്. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ സെന്റർ കണ്ടുപിടിക്കണം. ആ സെന്റർ കണ്ടുപിടിക്കാൻ നമ്മൾ ഏതെങ്കിലും ഒരു കോർണർ എടുക്കുക. ആ കോർണറിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ സെന്ററിലേക്ക് വരയ്ക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിൽ ഫിഗറിൽ എ എന്ന് കൊടുത്തിട്ടുണ്ട്. എ എന്ന് പറയുന്ന കോർണറിന് ബി സിയുടെ സെന്ററിലോട്ട് ഒരു ലൈൻ തിന്നായിട്ട് വരയ്ക്കുക. അതേപോലെ സി എന്ന് പറയുന്ന കോർണറാണ് എടുക്കുന്നെങ്കിൽ എ ബി ആയിരിക്കും ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. എ ബിയുടെ സെന്ററിലോട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഈ രണ്ട് ലൈനും ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. അതായിരിക്കും ഈ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ അല്ലെങ്കിൽ പിരമിഡിന്റെ സെന്റർ പോയിന്റ് എന്ന് പറയുന്നത്. അതിന് സെന്റർ പോയിന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കോർണർ നിന്ന് ആ സെന്ററിലേക്ക് ലൈൻ വരയ്ക്കുക. അതായത് ആ പിരമിഡിന്റെ സ്ലാൻഡ് എഡ്ജ് ആണ്. ഇനി കോർണർ എ ബി സി എന്നും എപ്പെക്സിന് ഒ എന്നും കൊടുക്കുക. ഇത് ഫ്രണ്ട് വ്യൂലോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈറ്റ് 80 ആയിട്ട് എടുക്കരുത്. പകരം നമ്മൾ നോക്കേണ്ടത് ടോപ്പിൽ നോക്കുക. അതായത് കോർണർ നിന്ന് എപ്പെക്സിലേക്ക് കണക്ട് ചെയ്യുന്ന ഏത് ലൈനാണ് എക്സ് ലൈന് പാരലായിട്ട് വരുന്നത്. എ ഒ ആണോ, ബി ഒ ആണോ, സി ഒ ആണോ? ഈ ഫിഗറിൽ എ ഒ ആണ് എക്സ് ലൈന് പാരലായിട്ട് വരുന്നത്. അപ്പോൾ എ ഒ എക്സ് ലൈന് പാരലൽ ആണെങ്കിൽ അത് ഫ്രണ്ട് വീല് ട്രൂ ലെങ്ത് ആയിട്ടായിരിക്കും കാണാം. അപ്പോൾ ഈ എ ഡാഷ് ഒ ഡാഷിൻ്റെ ലെങ്ത് ആണ് 80 മില്ലിമീറ്റർ. അപ്പോൾ നമ്മൾ എ പ്രൊജക്റ്റ് ചെയ്തിട്ട് എക്സ് ലൈനിൽ എ ഡാഷ് കണ്ടുപിടിക്കുക, ബി സി പ്രൊജക്റ്റ് ചെയ്ത് ബി ഡാഷും സി ഡാഷും കണ്ടുപിടിക്കുക. എന്നിട്ട് ഒ എന്ന് മുകളിലോട്ടൊരു പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കുക. ആ പ്രൊജക്ഷൻ ലൈനിലേക്ക് 80 കോമ്പസിലെടുത്തിട്ട് എ ഡാഷ് എന്ന് ഒ എന്ന് മുകളിലോട്ട് വരുന്ന ലൈനിലേക്ക് ആർക്ക് കട്ട് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ടെട്രാഹെഡ്രന്റെ എപ്പെക്സ് കണ്ടുപിടിക്കുന്നത്, ഫ്രണ്ട് വീലുള്ള എപ്പെക്സ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഞാൻ ഫിഗറിൽ 80 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ കോമ്പസിൽ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് വേണം കാണാൻ. അല്ലാതെ 80 ഹൈറ്റ് ആയിട്ട് എടുക്കരുത്. അപ്പോൾ സാധാരണ ഒരു ട്രയാങ്കുലർ പിരമിഡായി മാറും, ടെട്രാഹെഡ്രൺ കിട്ടില്ല. ഓക്കെ, അപ്പോൾ എപ്പെക്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ പോയിന്റിൽ നിന്ന് ബി ഡാഷ് സി ഡാഷിലേക്ക് ലൈൻ കണക്ട് ചെയ്യുക. അപ്പോൾ ടെട്രാഹെഡ്രൺ വന്നു. അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ പെർപെൻഡിക്കുലർ ആക്കി വെക്കേണ്ട ഏത് ട്രയാങ്കുലർ ഫേസ് ആണ്? ബി ഡാഷ് സി ഡാഷ് ഒ ഡാഷ് എന്ന് പറയുന്ന ഫേസ് ആണ്. അതിപ്പോൾ ഫ്രണ്ട് വീൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. കൂടാതെ ഒരു ആംഗിൾ ഇൻക്ലൈൻഡും ആയിരിക്കും, ചെരിഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഫിഗറിൽ വരയ്ക്കേണ്ടത് ബി ഡാഷ് സി ഡാഷ് ഒ ഡാഷ് എന്ന് പറയുന്ന ലൈനെ എക്സ് ലൈനെ പെർപെൻഡിക്കുലർ ആയിട്ട് ഫ്രണ്ട് വീല് മാറ്റി വരയ്ക്കാം. എന്നിട്ട് ഒ ഡാഷ് നിന്ന് എ ഡാഷ് വരെയുള്ള ലെങ്ത് കോമ്പസിൽ എടുത്തിട്ട് ഒ ഡാഷ് എന്ന് കട്ട് ചെയ്യുക. ബി ഡാഷ് സി ഡാഷ് എന്ന് എ ഡാഷ് വരെ ലെങ്ത് എടുത്ത് ബി ഡാഷ് സി ഡാഷ് എന്ന് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ട്രയാങ്കിൾ കംപ്ലീറ്റ് ആവും. അതേ പിരമിഡ് തന്നെ, അതായത് അതേ ടെട്രാഹെഡ്രൺ തന്നെ ഒരു ഫേസ് എച്ച് പിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന പൊസിഷനിൽ കിട്ടും. ഇനി നേരെ അതിനെ ടോപ്പിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുക. ഫസ്റ്റ് പൊസിഷനെ ടോപ്പ് ചെയ്യുന്ന എ നിന്നും ബി നിന്നും സി നിന്നും ഒ നിന്നും ഹൊറിസോണ്ടലി പ്രൊജക്റ്റ് ചെയ്യുക. എല്ലാ പോയിന്റ്സും കിട്ടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് വ്യൂ ആയി. അപ്പോൾ ഇവിടെ നമ്മൾ ഹിഡൻ എഡ്ജസ് കാണാൻ എല്ലാ ലൈൻസും ആദ്യം ഡോട്ടഡ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. എന്നിട്ട് ഔട്ട്ലൈനിൽ വരുന്ന ലൈൻ വിസിബിൾ ആക്കി മാറ്റുക. എന്നിട്ട് ഫ്രണ്ട് വ്യൂവിൽ പോയിട്ട് താഴോട്ടേക്ക് ആരോ വരച്ചു കൊടുക്കുക. അപ്പോൾ ആ ആരോ എ ഡാഷ് ഒ ഡാഷിൽ ടച്ച് ചെയ്യുന്നതായിട്ട് കാണാം. എ ഒയും വിസിബിൾ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഹിഡൻ ആയിട്ട് ഒരു ലൈനും വരുന്നില്ല, എല്ലാ ലൈനും വിസിബിൾ ആയിരിക്കും. ഇനി തേർഡ് ഫിഗറിൽ ടോപ്പിൽ കാണുന്ന എക്സ് ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ബി സിനെയാണ് 45 ഡിഗ്രിയിൽ മാറ്റി വരയ്ക്കേണ്ടത്. ഇതേപോലെ തന്നെ ഒരു പോയിന്റ് എടുത്തിട്ട് 45 ഡിഗ്രി ആംഗിൾ ഒരു ലൈൻ വരയ്ക്കുക. അതിൽ സി എന്നുള്ളൊരു പോയിന്റ് കൊടുക്കുക. സിന്ന് ബി വരെ ലെങ്ത് എടുത്ത് അതേ ലൈനിൽ തന്നെ കട്ട് ചെയ്യുന്നു. എന്നിട്ട് സിന്നും ബിന്നും എയിലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്ത് ഇതേപോലെ തന്നെ സിന്നും ബിന്നും ആർക്ക് കട്ട് ചെയ്താൽ എ എന്നുള്ള പോയിന്റ് കിട്ടും. ഇനി ബി സിയുടെ കറക്റ്റ് സെൻറ്ററിൽ തന്നെയാണ് എപ്പെക്സ് ആയിട്ടുള്ള ഒ വരുന്നത്. അതേപോലെ തന്നെ മാറ്റി വരയ്ക്കുക. ഇത് ഫ്രണ്ട് വ്യൂയിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസറായി. ഇവിടെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോഴും ഇതേപോലെ ഡോട്ടഡ് ആയിട്ട് എല്ലാ ലൈൻസും കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഫ്രണ്ട് വ്യൂയിൽ എന്ത് ഷേപ്പിലാണ് ഈ ടെട്രാഹെഡ്രൺ കാണുന്നതെന്ന് കിട്ടും. അതിൻ്റെ ബോർഡർ ലൈൻ തിക്കാക്കി കൊടുക്കുക. അതേപോലെ തന്നെ ഏത് ഫേസാണ് ഒബ്സർവിന് നിയർ ആയിട്ട് വരുന്നത്.
ഇപ്പോൾ ഈ എ ബി സി എന്ന് പറയുന്ന ഫേസ് ഒബ്സർവ് നിയർ ആയിട്ടും എപ്പെക്സ് എക്സ് ലൈന് നിയർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എ ബി സി മൊത്തം ഫ്രണ്ട് വ്യൂല് വിസിബിൾ ആയിരിക്കും. ഇപ്പോൾ എ ഡാഷ് ബി ഡാഷും ബി ഡാഷ് സി ഡാഷും സി ഡാഷ് എ ഡാഷും വിസിബിൾ ആക്കി കൊടുക്കുക. അപ്പോൾ ഇതിലാകെ ഒരു ലൈൻ മാത്രമേ ഹിഡൻ ആയിട്ട് ഫ്രണ്ട് വ്യൂല് വരുള്ളൂ. അത് സി ഡാഷ് ഒ ഡാഷ് എന്ന് പറയുന്ന ലൈനാണ്. ഓക്കെ, അത് ബോർഡർ ലൈനിലും അല്ല, കൂടാതെ നമുക്കത് വിസിബിളായിട്ട് കാണുന്ന എഡ്ജായിട്ടും അല്ല വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോർത്ത് ഫിഗറിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ സെക്ഷൻ്റെ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. എ പെൻറ്റഗണൽ പിരമിഡ് വിത്ത് എ 30 millimeter എഡ്ജ് ഓഫ് ബേസ് ആൻഡ് 60 millimeter ഹൈറ്റ് സ്റ്റാൻഡ് വിത്ത് ഇറ്റ്സ് ബേസ് ഓൺ ദി ഗ്രൗണ്ട്. ഇവിടെ ഗ്രൗണ്ട് എന്നുള്ളത് HP ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കംപ്ലീറ്റ് ബേസും ഗ്രൗണ്ടിലാണ്, HP-യിലാണ്. ഓക്കെ, അപ്പോൾ ടോപ്പിലായിരിക്കും പെൻറ്റഗൺ നമുക്ക് കിട്ടുക. ആ പെൻറ്റഗൺ എങ്ങനെ ടോപ്പിൽ വരയ്ക്കണം എന്നുള്ള അടുത്ത സെൻറ്റൻസ് നോക്കാം. ആൻഡ് ആൻ എഡ്ജ് ഓഫ് ദി ബേസ് പെർപെൻഡിക്കുലർ ടു VP. അതായത് പെൻറ്റഗണിൻ്റെ ഒരു സൈഡ് VPക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരണം. അതായത് എക്സ് ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം. അത് ലെഫ്റ്റ് സൈഡ് ആണോ റൈറ്റ് സൈഡ് ആണോ എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. കാരണം ഇപ്പോൾ സോളിഡിൻ്റെ പ്രോബ്ലം അല്ല, സെക്ഷനാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ടിൽറ്റഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ഇല്ല. ഒരു ടോപ്പ് വ്യൂ, ഒരു ഫ്രണ്ട് വ്യൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന സൈഡ് റൈറ്റ് സൈഡിൽ വരച്ചാലും ലെഫ്റ്റ് സൈഡിൽ വരച്ചാലും കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഏത് സൈഡ് വേണമെങ്കിലും വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു പെൻറ്റഗൺ എക്സ് ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു സൈഡ് വരുന്ന രീതി വരയ്ക്കുക. ഇത് സെൻറ്റർ കണ്ടുപിടിക്കുക. അപ്പോൾ ട്രയാങ്കിളിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ച പോലെ തന്നെയാണ് ഒരു കോർണറിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ സെൻറ്ററിലേക്ക് ലൈൻ വരയ്ക്കുക. അതുപോലെ വേറൊരു കോർണർ എടുത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ സെൻറ്ററിലേക്ക് ലൈൻ വരയ്ക്കുക. ഈ രണ്ട് ലൈനും മീറ്റ് ചെയ്യുന്നൊരു പോയിന്റ് ഉണ്ടാവും. അതായിരിക്കും ആ പെൻറ്റഗണിൻ്റെ സെൻറ്റർ. സെൻറ്റർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എല്ലാ കോർണറിൽ നിന്നും സെൻറ്ററിലേക്ക് സ്ലാൻഡ് എഡ്ജ് വരയ്ക്കണം. പിരമിഡും പ്രിസവും തമ്മിൽ വ്യത്യാസം വന്നാൽ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആ ടോപ്പിൽ പിരമിഡ് വരയ്ക്കുന്നു. പ്രൊജക്റ്റ് ചെയ്തിട്ട് ഹൈറ്റും എടുക്കാം. ഓക്കെ, പ്രൊജക്റ്റ് ചെയ്തിട്ട് ഹൈറ്റും എടുത്തു. ഇനി നമുക്ക് സെക്ഷനിലോട്ട് പോവാം. സെക്ഷൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്? എ സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു HP. ഇവിടെയും ഓർക്കേണ്ടത് സെക്ഷൻ പ്ലെയിൻ ഒന്നെങ്കിൽ HPക്ക് പെർപെൻഡിക്കുലർ ആയിട്ടോ അല്ലെങ്കിൽ VPക്ക് പെർപെൻഡിക്കുലർ ആയിട്ടോ ആണ് വരിക. പൊതുവേ സെക്ഷൻ്റെ പ്രോബ്ലം എടുത്തു കഴിഞ്ഞാൽ സോളിഡ് വരച്ചു കഴിഞ്ഞാൽ പല സ്റ്റുഡൻസിനുമുള്ള ഡൗട്ട് എന്ന് പറയുന്നത് ഈ സെക്ഷൻ ലൈൻ എവിടെയാണ് വരയ്ക്കേണ്ടത്, ഫ്രണ്ട് വീലാണോ ടോപ്പ് വീലാണോ? അതറിയാൻ വേണ്ടിയിട്ട് ഈ സെക്ഷൻ പ്ലെയിൻ ഏത് പ്ലെയിനാണ് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത്, ഏതെങ്കിലും ഒരു പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, സെക്ഷൻ പ്ലെയിൻ ഒന്നെങ്കിൽ HPക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലെങ്കിൽ VPക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും. സപ്പോസ് ഈ പെർപെൻഡിക്കുലർ എന്ന് പറയുന്ന വേർഡ് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടാവില്ല. സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു HP ഉണ്ടാവില്ല. അതേ തന്നെ ചിലപ്പോൾ ഇൻക്ലൈൻ ടു HP ആണെങ്കിൽ VPക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യാം. ഓക്കെ, VPക്ക് ഇൻക്ലൈൻഡ് ആണെങ്കിൽ HPക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നുള്ളത് അസ്യൂം ചെയ്യാം. അപ്പോൾ ഏതായാലും സെക്ഷൻ പ്ലെയിന് ഏതെങ്കിലും ഒരു പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇനി ആ സെക്ഷൻ പ്ലെയിൻ HPക്ക് പെർപെൻഡിക്കുലർ എന്ന് പറയുകയാണെങ്കിൽ ടോപ്പിലാണ് സെക്ഷൻ ലൈൻ വരയ്ക്കുന്നത്. അതുതന്നെ VPക്ക് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഫ്രണ്ട് വീലാണ് സെക്ഷൻ ലൈൻ വരയ്ക്കുന്നത്. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. സെക്ഷൻ പ്ലെയിൻ VPക്ക് പെർപെൻഡിക്കുലർ എന്ന് പറയുകയാണെങ്കിൽ ഫ്രണ്ട് വീലാണ് സെക്ഷൻ ലൈൻ വരയ്ക്കേണ്ടത്. HPക്ക് പെർപെൻഡിക്കുലർ എന്ന് പറയുകയാണെങ്കിൽ ടോപ്പിലാണ് സെക്ഷൻ ലൈൻ വരയ്ക്കേണ്ടത്. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ HPക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് സെക്ഷൻ ലൈൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ടോപ്പിലാണ് സെക്ഷൻ കട്ട് ചെയ്യേണ്ടത്. എങ്ങനെ കട്ട് ചെയ്യണം? ഇൻക്ലൈൻ 30 degree ടു VP, കട്ട്സ് ദി പിരമിഡ് അറ്റ് ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് 5 millimeter ഫ്രം ഇറ്റ്സ് ആക്സിസ് ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. ഡ്രോ ഇറ്റ് സെക്ഷണൽ വ്യൂ, ഓൾസോ ഷോ ദി ട്രൂ ഷേപ്പ് ഓഫ് ദി സെക്ഷൻ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പൊസിഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഒരു സൈഡ് എക്സ് ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന രീതിയിൽ പെൻറ്റഗൺ വരച്ചു. അത് പ്രൊജക്റ്റ് ചെയ്തിട്ട് പിരമിഡ് വരയ്ക്കുക. ഈ പിരമിഡും പ്രിസവും തമ്മിൽ മാറിപ്പോരുത്. പിരമിഡ് എന്ന് പറയുന്നത് ടോപ്പ് ഫേസ് ഉണ്ടാവില്ല, എപ്പെക്സ് ആയിട്ട് വരുന്നതാണ് പിരമിഡ് എന്ന് പറയുന്നത്. അതിലും കൺഫ്യൂഷൻ ആവരുത്. ഇപ്പം എല്ലാ സ്ലാൻഡ് എഡ്ജസും കംപ്ലീറ്റ് ചെയ്തിട്ട് വരയ്ക്കുക. ഇനി നമ്മൾ ടോപ്പിൽ സെക്ഷൻ ലൈൻ വരയ്ക്കുന്നതിന് മുമ്പ് ആക്സിസും സെക്ഷൻ ലൈനും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് 5 millimeter എന്ന് പറയുന്നത്. അപ്പോൾ അത് പലപ്പോഴും ഇത് ഇൻ ഫ്രണ്ട് ഓഫ് VP അല്ലെങ്കിൽ ഇൻ ഫ്രണ്ട് ഓഫ് ദി ആക്സിസ് എന്ന് പറഞ്ഞിട്ട് ഈ ഡിസ്റ്റൻസ് വരുമ്പോൾ നേരെ താഴോട്ടേക്ക് എടുക്കാനാണ് പലരുടെയും ടെൻഡൻസി. അതായത് ടോപ്പിൽ കാണുന്ന ആക്സിസിന് നേരെ താഴോട്ടേക്ക് 5 millimeter എടുക്കരുത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പെൻറ്റഗണിൻ്റെ ടോപ്പ് വ്യൂവിൽ നമ്മൾ O ആണ് എപ്പെക്സ് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓയിലൂടെ 30 degree ആംഗിൾ, അപ്പം ഞാൻ ആ 30 degree മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓഡിയാണ് ഇപ്പോൾ എക്സ് ലൈന് പാരലായിട്ട് വരുന്നൊരു സ്ലാൻഡ് എഡ്ജ് ആയിട്ടുള്ളത്. ഓഡിന്ന് 30 degree ആംഗിളിൽ ഓയിലൂടെ ഒരു ലൈൻ വരയ്ക്കാം. 30 degree ആംഗിളിൽ
ഓയിലൂടെ ഒരു റെഫറൻസ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ആ റെഫറൻസ് ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് ഓന്ന് 5 മില്ലിമീറ്റർ ഫ്രണ്ടിലോട്ട് എടുക്കുക. നേരെ താഴോട്ടല്ല, ആ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് 5 മില്ലിമീറ്റർ എടുത്ത് ഒരു പോയിന്റ് മറിക്കുക. ആ പോയിന്റിലൂടെ ആ റെഫറൻസ് ലൈന് പാരലായിട്ട് വേണം സെക്ഷൻ ലൈൻ വരയ്ക്കാൻ. കൃത്യമായിട്ട് ഞാൻ അവിടെ വരച്ചിട്ടുണ്ട്. ODന്ന് 30 ഡിഗ്രി ആംഗിളിൽ സെൻട്രലിലൂടെ ഒരു റെഫറൻസ് ലൈൻ വരയ്ക്കുന്നു. ആ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് 5 മില്ലിമീറ്റർ എടുക്കേണ്ടത്. ആ 5 മില്ലിമീറ്റർ എടുത്ത പോയിന്റിലൂടെ വേണം ശരിക്കുള്ള സെക്ഷൻ ലൈൻ വരയ്ക്കാൻ. റെഫറൻസ് ലൈന് പാരലായിട്ട് സെക്ഷൻ ലൈൻ വരയ്ക്കാൻ. ആ സെക്ഷൻ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ എഡ്ജിലൂടെ അത് കട്ട് ചെയ്ത് പോയിട്ടുണ്ട് നോക്കാം. AB-യിലൂടെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്, OB-യിലൂടെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്, OC-യിലൂടെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്, CD-യിലൂടെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഇതെല്ലാം സിംഗിൾ ലൈനാണ്. കാരണം ഓരോ ലൈൻ എടുത്താലും രണ്ട് എൻഡിൽ ഓരോ നെയിം വെച്ചിട്ടേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ എല്ലാം സിംഗിൾ ലൈൻ ആണെന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഈ കട്ട് ചെയ്ത പോയിന്റിനൊക്കെ ഓരോ നമ്പർ വെച്ച് കൊടുത്താൽ മതി. 1 2 3 4 എന്ന് മാർക്ക് ചെയ്യാം. ഇത് ഈ 1 2 3 4 ഇനി ഫ്രണ്ട് വ്യൂലോട്ട് പ്രൊജക്ട് ചെയ്യുക. അപ്പൊ AB-യിലാണ് 1 കാണുന്നത്. അപ്പോൾ 1' എവിടെയായിരിക്കും? A', B', അതായത് XO ലൈൻ വരെ പ്രൊജക്ട് ചെയ്താൽ മതി. ഇനി 2 കാണുന്നത് OB-യിലാണ്. അപ്പോൾ 2' എവിടെയായിരിക്കും? O', B', അത് സ്ലാൻഡ് എഡ്ജ് വരെ പ്രൊജക്ട് ചെയ്യണം. XO ലൈൻ കഴിഞ്ഞിട്ട് വീണ്ടും മുകളിലോട്ട് പ്രൊജക്ട് ചെയ്യണം. അതേപോലെ തന്നെ 3 എന്ന് പറയുന്ന പോയിന്റ് OC-യിലാണ് കാണുന്നത്. അപ്പോൾ 3' എവിടെയായിരിക്കും? O', C', അതും നമ്മൾ മുകളിലോട്ട് പ്രൊജക്ട് ചെയ്യണം. ഈ 4 എന്ന് പറയുന്നത് CD-യിലാണ്. അപ്പോൾ 4' എന്ന് പറയുന്നത് C', D', C', D' XO ലൈനിലാണ് കാണുന്നത്. അപ്പോൾ ബേസ് വരെ പ്രൊജക്ട് ചെയ്താൽ മതി, ഈ ഫിഗറിൽ കാണുന്ന പോലെ. അപ്പോൾ 1' 4' ബേസിലായിരിക്കും, 2' 3' ആണ് ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്ന സ്ലാൻഡ് എഡ്ജിൽ കിട്ടുന്നത്. ഇനി ഈ 4 പോയിന്റ് നമ്മൾ കണക്ട് ചെയ്താൽ ഫ്രണ്ട് വീല് കാണുന്ന സെക്ഷനായി. എന്നിട്ട് അത് കണക്ട് ചെയ്ത ശേഷം 45 ഡിഗ്രി ആംഗിളിൽ ഹാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ട്രൂ ഷേപ്പ് കിട്ടാൻ 2 രീതി വരയ്ക്കാം. ടോപ്പിൽ കാണുന്ന സെക്ഷൻ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് പ്രൊജക്ട് ചെയ്തിട്ടും നമുക്ക് ട്രൂ ഷേപ്പ് കാണാം. അല്ലെങ്കിൽ നമ്മൾ XO ലൈനിൽ തന്നെ ഈ ടോപ്പിൽ കാണുന്ന ലെങ്ത് എന്ന് പറഞ്ഞാൽ സോളിഡിലൂടെ കടന്നു പോകുന്ന സെക്ഷന്റെ ലൈൻ, അതായത് പോയിന്റ് 1 മുതൽ പോയിന്റ് 4 വരെയുള്ള ലെങ്ത് എടുത്തിട്ട് XO ലൈനിൽ വരയ്ക്കുക. ഇതേ ഡിസ്റ്റൻസ് തന്നെ എടുത്ത് കട്ട് ചെയ്യണം. ഓക്കെ, 1 നിന്ന് 2 വരെയുള്ള ഡിസ്റ്റൻസ് എടുത്ത് മാർക്ക് ചെയ്യുക, 1 നിന്ന് 3 വരെയുള്ള ഡിസ്റ്റൻസ് എടുത്ത് മാർക്ക് ചെയ്യുക, 1 നിന്ന് 4 വരെയുള്ള ഡിസ്റ്റൻസ് എടുത്ത് മാർക്ക് ചെയ്യുക. അതേ പോയിന്റ്സ് തന്നെ അതേ ഡിസ്റ്റൻസിൽ തന്നെ മാർക്ക് ചെയ്യുക. എന്നിട്ട് താഴോട്ടേക്ക് മുകളിലോട്ട് പ്രൊജക്ട് ചെയ്യുക. കാരണം ബാക്കിയുള്ള പോയിന്റ്സ് മുകളിലോട്ടാണ്. 1 നിന്ന് മുകളിലോട്ടും 2 നിന്ന് മുകളിലോട്ടും 3 നിന്ന് മുകളിലോട്ടും 4 നിന്ന് മുകളിലോട്ടും പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഫ്രണ്ട് വീല് സെക്ഷന്റെ പോയിന്റ് ഉണ്ടല്ലോ, 1', 2', 3', 4', അതൊക്കെ ഹൊറിസോണ്ടലി ഒരു പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കാം. ആ ഹൊറിസോണ്ടലി വരയ്ക്കുന്ന ലൈൻ ഇപ്പൊ 2 എന്ന് മുകളിലേക്ക് വരുന്ന ലൈനും 2' വരുന്ന ലൈനും മീറ്റ് ചെയ്യുന്ന പോയിന്റ് 2', 3 എന്ന് മുകളിലോട്ട് വരുന്ന ലൈനും 3' ഹൊറിസോണ്ടലി വരുന്ന ലൈനും മീറ്റ് ചെയ്യുന്ന പോയിന്റ് 3'. ഓൾറെഡി 1ഉം 4ഉം XO ലൈനിലായതുകൊണ്ട് തന്നെ 1 തന്നെയായിരിക്കും 1', 4 തന്നെയായിരിക്കും 4' ആയിട്ട് വരാം. ഈ 4 പോയിന്റും കിട്ടിയിട്ട് അത് ഇതുപോലെ കണക്ട് ചെയ്യുക. 45 ഡിഗ്രി ആംഗിൾ ഹാച്ച് ചെയ്ത് കൊടുത്താൽ ട്രൂ ഷേപ്പ് ആയി. ഇപ്പം നിങ്ങൾക്ക് ഇത് ടോപ്പിൽ നിന്ന് തന്നെ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കാം. ഇതുപോലെ സെക്ഷന്റെ ഡിസ്റ്റൻസ് സെപ്പറേറ്റ് ആയിട്ട് XO ലൈൻ വരച്ചിട്ടും ട്രൂ ഷേപ്പ് വരയ്ക്കാം. 2 രീതി വരച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതാണ് കേട്ടോ. അടുത്തൊരു ഡെവലപ്മെന്റിന്റെ പ്രോബ്ലമാണ്. എ പെന്റഗണൽ പ്രിസം, സൈഡ് ഓഫ് ബേസ് 25 മില്ലിമീറ്റർ ആൻഡ് ആൾട്ടിറ്റ്യൂഡ് 50 മില്ലിമീറ്റർ റസ്റ്റ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് എൻഡ് ഫേസസ് ഓൺ ദി HP. അത് എൻഡ് ഫേസ് എന്ന് പറഞ്ഞാൽ ബേസ് തന്നെ. ആ പെന്റഗണൽ ഷേപ്പിൽ കാണുന്ന 2 പെന്റഗൺ ആണ് എൻഡ് ഫേസസ് എന്ന് പറയുന്നത്. അപ്പൊ അതിലൊരു എൻഡ് ഫേസ് HP-യിലാണ്, അതായത് ടോപ്പിലായിരിക്കും പെന്റഗൺ കാണുന്നത്. ഇറ്റ് ഈസ് കട്ട് ബൈ എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു VP. കണ്ടോ, ഇപ്പൊ ഇവിടെ VPക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് സെക്ഷൻ പ്ലെയിൻ വരുന്നത്. അപ്പൊ ഫ്രണ്ട് വീലായിരിക്കും കട്ട് ചെയ്യുക. അത് മാത്രമല്ല, ഡെവലപ്മെന്റ് ഒരു പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ മിക്കവാറും ഫ്രണ്ട് വീല് തന്നെയായിരിക്കും സെക്ഷൻ ലൈൻ കട്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവിടെ VPക്ക് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഫ്രണ്ട് വീലാണ് സെക്ഷൻ ലൈൻ വരയ്ക്കുന്നത്. ആ സെക്ഷൻ ലൈൻ ഏത് ആംഗിളാണ് ഏത് പോയിന്റിലൂടെ പോകുന്നു നോക്കാം. ഇൻക്ലൈൻ ടു HP at 30 ഡിഗ്രി ആൻഡ് മീറ്റിംഗ് ദി ആക്സിസ് അറ്റ് ദി മിഡ് ഹൈറ്റ്. മിഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ആക്സിസിന്റെ മിഡ് പോയിന്റിലൂടെ കട്ട് ചെയ്ത് പോകണം. ഡ്രോ ദി ഡെവലപ്മെന്റ് ഓഫ് ഓൾ ദി സർഫസ് ഓഫ് ദി ലോവർ പോർഷൻ ഓഫ് ദി പ്രിസം. അപ്പൊ ലോവർ പോർഷന്റെ എല്ലാ പോർഷനും നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിന്റെ ആൻസറിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ പെന്റഗൺ HP-യിൽ റെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ടോപ്പിലായിരിക്കും പെന്റഗൺ കാണുന്നത്. ആ പെന്റഗൺ എങ്ങനെ വരയ്ക്കണം എന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അതായത് ഒരു സൈഡ് പെർപെൻഡിക്കുലർ ആയിട്ട് വരണോ, ഒരു സൈഡ് പാരലായിട്ട് വരണോ, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഒരു പെന്റഗൺ പ്രിസം
അതിൻ്റെ സൈഡ് ലെങ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട്. HP റെസ്റ്റ് ചെയ്യണം, ഒരു എൻഡ് ഫേസ് HP റെസ്റ്റ് ചെയ്യണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു സൈഡ് XY ലൈന് പാരലായിട്ട് വരുന്ന രീതിയിൽ വരച്ചാലും ആൻസർ തെറ്റില്ല, പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചാലും ആൻസർ തെറ്റില്ല. രണ്ട് രീതി വരച്ചാലും ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ ഒരു സൈഡ് XY ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന രീതിയിലാണ് പെൻറ്റഗൺ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് XY ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുക. അതിപ്പോൾ റൈറ്റ് സൈഡിലായാലും ലെഫ്റ്റ് സൈഡായാലും കുഴപ്പമൊന്നുമില്ല. ഒരു സൈഡ് XY ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുക. ഇനി പെൻറ്റഗൺ വരയ്ക്കുന്നത് 108 ഡിഗ്രി ആംഗിൾ ആയിരിക്കണം. അപ്പോൾ എല്ലാ സൈഡും മേക്ക് ചെയ്യുന്ന ആംഗിൾ 108 ഡിഗ്രി ആയിരിക്കും പെൻറ്റഗണിൻ്റെ കേസിൽ. 108 ഡിഗ്രി എടുത്തിട്ട് പെൻറ്റഗൺ കംപ്ലീറ്റ് ചെയ്യുക. ഇത് പ്രിസം ആയതുകൊണ്ട് തന്നെ ഓരോ കോർണറിനും 2 നെയിം വെച്ച് കൊടുക്കണം. ഇപ്പം ഞാൻ ABCDE വിസിബിൾ ആയിട്ടും, അതായത് ബ്രാക്കറ്റ് ഇല്ലാതെയും, PQRST ബ്രാക്കറ്റോടുകൂടിയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ബ്രാക്കറ്റ് ഇടാനുള്ള കാരണം ആ വ്യൂവിൽ അത് ഇൻവിസിബിൾ ആണ് എന്നർത്ഥം. അതായത് ഇപ്പോൾ ബോട്ടം ഫേസിലെ കോർണറാണ് PQRST, ടോപ്പ് ഫേസിലെ കോർണറാണ് ABCDE എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് ഫ്രണ്ട് വ്യൂയിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുക, ഹൈറ്റ് എടുക്കുക. ഇപ്പോൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് ടോപ്പ് ഫേസിൽ വേണം A', B', C', D', E' മാർക്ക് ചെയ്യേണ്ട. താഴെ P', Q', R', S', T'. ഇതിൽ ഫ്രണ്ട് വ്യൂയിലേക്ക് മാർക്ക് ചെയ്യുമ്പോൾ A', E', P', T' ഇൻവിസിബിൾ ആയിരിക്കും. ഫ്രണ്ട് വ്യൂ നോക്കുന്ന ഒരാൾക്ക് PQ, അതുപോലെ AE, PTAE ഈ 4 കോർണറും കാണില്ല. ഓക്കെ, അപ്പോൾ അത് ബ്രാക്കറ്റിൽ വേണം ഫ്രണ്ട് വ്യൂയിൽ കൊടുക്കാൻ. ഓക്കെ, ഇനി സെക്ഷൻ കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ പെൻറ്റഗണിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻറ്റർ കണ്ടുപിടിക്കാൻ കോർണറിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ സെൻറ്ററിലേക്ക് ലൈൻ വരയ്ക്കുക. വേറൊരു കോർണറിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ സെൻറ്ററിലേക്ക് വരയ്ക്കുക. ഈ 2 ലൈനും മീറ്റ് ചെയ്യുന്ന പോയിന്റ് പെൻറ്റഗണിൻ്റെ സെൻറ്റർ ആയിരിക്കും. ഓക്കെ, അങ്ങനെ സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് അതിനെയും പ്രൊജക്റ്റ് ചെയ്യുക. കാരണം ആക്സിസിൻ്റെ മിഡ് ഹൈറ്റിലൂടെ വേണം സെക്ഷൻ ലൈൻ കട്ട് ചെയ്ത് പോകാൻ. അപ്പോൾ ആക്സിസ് എന്തായാലും മാർക്ക് ചെയ്യണം, ആക്സിസ് പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ആക്സിസിൻ്റെ മിഡ് പോയിന്റ്, അപ്പോൾ ഹൈറ്റ് ഇപ്പോൾ ഇവിടെ 50 ആണ്. ഇപ്പോൾ 25 എടുക്കുക, ഒന്നെങ്കിൽ ബേസിൽ നിന്ന് അല്ലെങ്കിൽ ടോപ്പ് ഫേസ് എവിടെ നിന്ന് എടുത്താലും കുഴപ്പമില്ല. 25 ആക്സിസിലൊരു പോയിന്റ് എടുക്കുക. ആ പോയിന്റിലൂടെ 30 ഡിഗ്രി ആംഗിളിൽ സെക്ഷൻ ലൈൻ വരയ്ക്കുക. ഫ്രണ്ട് വീലാണ് സെക്ഷൻ ലൈൻ വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് പെൻറ്റഗണിൻ്റെ ലാറ്ററൽ എഡ്ജസ് എന്ന് പറഞ്ഞാൽ 5 ലാറ്ററൽ എഡ്ജ് ഉണ്ടാവും. ആ 5 ലാറ്ററൽ എഡ്ജിലൂടെയും കട്ട് ചെയ്ത് പോകുന്നുണ്ടാവും. അപ്പോൾ 5 പോയിന്റ്സ് ആണ് സെക്ഷന് വരിക. അത് ഒന്നില്ലെങ്കിൽ നമുക്ക് നെയിം ചെയ്ത് നോക്കാം. അതേ മുകളിൽ 2 നെയിം ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ 2 ലൈൻ ഉണ്ടാവും. ഒരു പേരേ മുകളിലും താഴെയുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലൈനേ ഉള്ളൂ എന്ന് മനസ്സിലാവും. ആ രീതിയിൽ നമുക്ക് 1, 2, 3, 4 മാർക്ക് ചെയ്യാം. ഇപ്പം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ B', A' ഉണ്ട്, താഴെ P', Q' ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് 2 സ്ലാൻഡ് എഡ്ജ് ഉണ്ട്, സ്ലാൻഡ് എഡ്ജ് അല്ല, 2 വെർട്ടിക്കൽ എഡ്ജ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അത് ഒന്നിന് മുകളിൽ ഒന്ന് ഓവർലാപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ 2 പോയിന്റ് വേണം. തൊട്ടടുത്ത് ലൈൻ നോക്കി കഴിഞ്ഞാൽ C', E' മുകളിൽ കൊടുക്കുന്നു, താഴെ R', T'. അപ്പോൾ അവിടെയും 2 ലൈൻ ഉണ്ട്. ഒരു ലൈൻ്റെ മുകളിൽ ഒരു ലൈൻ ഓവർലാപ്പ് ചെയ്ത് അവിടെ 2 പോയിന്റ് വേണം. ഇനി റൈറ്റ് എൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മുകളിൽ D', താഴെ S' മാത്രമേ ഉള്ളൂ. അത് സിംഗിൾ ലൈനാണ്. അപ്പോൾ അവിടെ ഒരു പോയിന്റ് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ 1' മാത്രം ആദ്യം കൊടുക്കുന്നു ലെഫ്റ്റ് സൈഡിൽ. പിന്നെ തൊട്ടടുത്ത ലൈനാണ് 2' കൊടുക്കുന്നത്. പിന്നെ D', S', 3'. പിന്നെ വീണ്ടും ഇതേ 2' തന്നെ വരാം. 4' ബ്രാക്കറ്റിനകത്ത് കൊടുക്കുക. പിന്നെ 1' 5' എന്ന് മറക്കുക, അതും ബ്രാക്കറ്റിലേക്ക് കൊടുക്കുക. ഇത് ടോപ്പിലോട്ട് പ്രൊജക്റ്റ് ചെയ്യണം എന്നില്ല. ഡെവലപ്മെന്റ് പ്രോബ്ലം ആണെങ്കിൽ ടോപ്പിൽ കാണുന്ന സെക്ഷനും ട്രൂ ഷേപ്പും വരയ്ക്കേണ്ട. സെക്ഷൻ ലൈൻ വരച്ചിട്ട് ഈ പോയിന്റ്സ് മാത്രം മാർക്ക് ചെയ്യാം. ഇനി ഈ പ്രിസത്തിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു റെക്ടാങ്കുലർ ഷേപ്പിലായിരിക്കും. ആ റെക്ടാങ്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് പെൻറ്റഗണിന്റെ പെരിമീറ്റർ ആണ്. അപ്പോൾ പെൻറ്റഗണിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 5 ഇൻറ്റു സൈഡ് ലെങ്ത് ആയിരിക്കും. അതായത് പെൻറ്റഗണിൽ 5 സൈഡാണല്ലോ, 5 ഇൻറ്റു സൈഡ് ലൈൻ. ഇപ്പോൾ ഹെക്സഗണിന്റെ പെരിമീറ്റർ കാണാൻ 6 ഇൻറ്റു സൈഡ് ലൈൻ, സ്ക്വയറിന്റെ പെരിമീറ്റർ കാണാൻ 4 ഇൻറ്റു സൈഡ് ലൈൻ, ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കാണാൻ 3 ഇൻറ്റു സൈഡ് ലൈൻ, നമ്പർ ഓഫ് സൈഡ്സ് ഇൻറ്റു സൈഡ് ലൈൻ. ഇപ്പോൾ പെൻറ്റഗണിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് പെൻറ്റഗണിന്റെ നമ്പർ ഓഫ് സൈഡ്സ് 5 ആണ്. 5 ഇൻറ്റു അതിന്റെ സൈഡ് ലെങ്ത് ചെയ്യാം. ഇപ്പോൾ ഇവിടെ സൈഡ് ലെങ്ത് 25 ആണ്. 5 ഇൻറ്റു 25 ചെയ്യുമ്പോൾ 125 മില്ലിമീറ്റർ കിട്ടും. അതായത് 12.5 സെൻറ്റിമീറ്റർ. ഇപ്പോൾ 12.5 സെൻറ്റിമീറ്റർ ലെങ്ത്തും പ്രിസത്തിന്റെ ഹൈറ്റ് ആയിട്ടുള്ള 50 മില്ലിമീറ്റർ ബ്രെഡ്ത്തുമായിട്ട് വരുന്ന ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക. അത് ഫ്രണ്ട് വ്യൂയുടെ സൈഡിൽ തന്നെ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഈ സെക്ഷന്റെ പോയിന്റ് പ്രൊജക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഫ്രണ്ട് വ്യൂയുടെ സൈഡിൽ തന്നെ ഡെവലപ്മെന്റ് വരയ്ക്കണം എന്നില്ല, വേറെ പേജിലും വരയ്ക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 125 മില്ലിമീറ്റർ ലെങ്ത്തും 50 മില്ലിമീറ്റർ ബ്രെഡ്ത്തും വരുന്നൊരു റെക്ടാങ്കിൾ വരയ്ക്കുന്നു. അപ്പോൾ ഈ ഡെവലപ്മെന്റ് വരയ്ക്കുമ്പോൾ ഇനിഷ്യലി വളരെ തിന്നായിട്ട് വേണം വരയ്ക്കാനായിട്ട്.
എന്നിട്ട് അതിനെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ആ റെക്ടാങ്കിളിനെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ ഈ സൈഡ് ലെങ്ത് തന്നെ, പെൻറ്റഗണിൻ്റെ സൈഡ് ലെങ്ത് തന്നെ എടുത്ത് കട്ട് ചെയ്ത് പോയാൽ മതി. 5 സൈഡ് കിട്ടും. ആ 5 സൈഡിലൂടെയും വെർട്ടിക്കലായിട്ട് ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഈ റെക്ടാങ്കിളിനെ തന്നെ 5 റെക്ടാങ്കിളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. മുകളിൽ ക്യാപിറ്റൽ ലെറ്ററിൽ ABCDE, ND എന്നതും എയിൽ തന്നെ ആയിരിക്കണം. താഴെ PQRST, ND എന്നതും പിയിൽ തന്നെ ആയിരിക്കണം. ഓക്കെ, ഇനി ഓരോ എന്താ പറയുക വെർട്ടിക്കൽ എഡ്ജിലും കിട്ടുന്ന പോയിന്റ് അനുസരിച്ച് ഈ ഡെവലപ്മെൻറ്റിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നോക്കിയേ 1' ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ബ്രാക്കറ്റ് ഇടാതെയാണ് 1' മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ലൈൻ ബ്രാക്കറ്റ് ഇല്ലാത്ത പോയിന്റ് ഏതാ? B', Q'. ആണ് ബ്രാക്കറ്റ് ഇല്ലാതിരിക്കുന്നത്. അപ്പോൾ BQലായിരിക്കും 1 വരുന്നത്. അപ്പോൾ നമുക്ക് Q' എന്ന് 1 വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് ക്യാപിറ്റൽ Q എന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റിൽ 1 എന്നുള്ള പോയിന്റ് കിട്ടി. അതുപോലെ 5' വരുന്നത് ബ്രാക്കറ്റിലാണ് 5' ഇട്ടിരിക്കുന്നത്. ബ്രാക്കറ്റിലുള്ള എഡ്ജ് എന്ന് പറയുന്നത് A', P' ആണ്. അപ്പോൾ AP-യിലായിരിക്കും 5 വരിക. അതിപ്പോൾ P-ന്ന് 5 വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് P-ന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലും ഒരു P ഉണ്ട്, റൈറ്റ് സൈഡും P ഉണ്ട്. അപ്പോൾ 2 5 വരും. 5 മാർക്ക് ചെയ്യുന്നു. സിമിലർലി 2' ബ്രാക്കറ്റ് ഇല്ലാതെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബ്രാക്കറ്റ് ഇല്ലാതെ വരുന്ന എഡ്ജ് ചെയ്താൽ C', R' ആണ്. അപ്പോൾ C', R'-ലായിരിക്കും 2' വരുന്നത്. R' എന്ന് 2' വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിലെടുക്കുക. ക്യാപിറ്റൽ R എന്ന് RC-യിലേക്ക് കട്ട് ചെയ്താൽ 2 എന്നുള്ള പോയിന്റ് കിട്ടും. ഇനി 4' ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നു. അപ്പോൾ ബ്രാക്കറ്റുള്ള പോയിന്റ് ഏതാ? E', T'. അപ്പോൾ ET-യിലായിരിക്കും 4 വരുന്നത്. അപ്പോൾ T' എന്ന് 4' വരെയുള്ള ഹൈറ്റ് കോമ്പസിലെടുക്കുക. ഇവിടെ T എന്ന് മാർക്ക് ചെയ്യുക, 4 എന്ന് കിട്ടും. ഇനി D', S'-ലാണ് 5' ഉള്ളത്. അപ്പോൾ S' എന്ന് 5' വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിലെടുക്കുക. S എന്നെടുത്ത് കട്ട് ചെയ്യാം. അപ്പോൾ 5 എന്നുള്ള പോയിന്റും വന്നു. 5 അല്ല, 3 എന്നുള്ള പോയിന്റ്, 3 എന്നുള്ള പോയിന്റും വന്നു. അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം നമ്മൾ സ്ട്രെയിറ്റ് ലൈനായിട്ട് കണക്ട് ചെയ്യുക. 5 1 1 2 2 3 3 4 4 5, then 5P, P to P, then 4T, 3S, 2R, 1Q, 5P. ഇതെല്ലാം ഒന്ന് ഡാർക്കൺ ചെയ്യുക. അപ്പോൾ ബോട്ടം പോർഷൻ മാത്രം ഡാർക്കൺ ചെയ്താൽ മതി കേട്ടോ. ഇതാണ് ഈ പെൻറ്റഗണൽ പ്രിസം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7, ഐസോമെട്രിയുടെ പ്രോബ്ലമാണ്. A right circular cone with a base diameter of 50 millimeter and height of 60 millimeter rests symmetrically over a rectangular block of 50 millimeter by 40 millimeter base and height of 30 millimeter. Draw the isometric view of the combination. അപ്പോൾ സിമട്രിക്കലി റെസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ ആക്സിസ് രണ്ടും സെയിം ആയിരിക്കണം. ആക്സിസ് കോയിൻസൈഡ് ചെയ്ത് വരണം എന്നർത്ഥം. റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റെ കറക്റ്റ് സെൻട്രലായിട്ടാണ് കോണ് വരുന്നത്. ഒരു റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റെ മുകളിൽ കോണ് വരുന്നു. ഇതിൻ്റെ കോമ്പിനേഷനാണ്. ഈ കോമ്പിനേഷൻ്റെ ഐസോമെട്രിക് വ്യൂ ആണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഐസോമെട്രിയിൽ 2 രീതിയിൽ പ്രോബ്ലം വരാം. ഐസോമെട്രിക് വ്യൂ ചോദിക്കാം, അതുപോലെ തന്നെ ഐസോമെട്രിക് പ്രൊജക്ഷനും ചോദിക്കാം. ഇപ്പോൾ വ്യൂ ആണെങ്കിൽ ട്രൂ ലെങ്ത് തന്നെ എടുത്ത് വരയ്ക്കുന്നതാണ് വ്യൂ എന്ന് പറയുന്നത്. പ്രൊജക്ഷനാണ് ചോദിക്കുന്നെങ്കിൽ ഐസോമെട്രിക് സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഈ ട്രൂ ലെങ്ത്തിനെയെല്ലാം ഐസോമെട്രിക് ലെങ്ത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അടുത്ത പ്രോബ്ലം വരുന്ന ഐസോമെട്രിക് പ്രൊജക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഐസോമെട്രിക് വ്യൂ ആണ് ഈ ഒരു കോമ്പിനേഷൻ്റെ വരയ്ക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ റെക്ടാങ്കിളിൻ്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. ലെങ്ത്ത് 50, ബ്രെഡ്ത്ത് 40, തിക്നെസ് അല്ലെങ്കിൽ ഹൈറ്റ് 30 ആണ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഏത് ലൈനാണ് എക്സ് ലൈന് പാരലായിട്ട് വരുന്നത് എന്നുള്ളതും ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് 50, ഓക്കെ, ഇപ്പോൾ ഇവിടെ ഏത് സൈഡാണ് എക്സ് ലൈന് പാരലായിട്ട് വരുന്നതെന്നൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് 50 എക്സ് ലൈന് പാരലായിട്ടും റെക്ടാങ്കിൾ വരയ്ക്കാം. 40 എക്സ് ലൈന് പാരലായിട്ട് വരുന്ന രീതിയിലും റെക്ടാങ്കിൾ വരയ്ക്കാം. അപ്പോൾ റെക്ടാങ്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ മുകളിൽ കോൺ വരയ്ക്കേണ്ടത്. അപ്പോൾ കോൺ ടോപ്പിൽ നോക്കുമ്പോൾ ഒരു സർക്കിളായിട്ടായിരിക്കും കാണാം. അപ്പോൾ ആ സർക്കിളിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് 50 മില്ലിമീറ്റർ. അപ്പോൾ റെക്ടാങ്കിൾ വരച്ച ശേഷം അതിൻ്റെ ഡയഗണൽ കണക്ട് ചെയ്യുക. 2 ഓപ്പോസിറ്റ് കോർണർ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയഗണൽ വരും. ആ ഡയഗണൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ആ റെക്ടാങ്കിളിൻ്റെ സെൻറ്റർ ആയിട്ട് വരുന്നത്. ആ സെൻറ്റർ എന്തിനാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ആ സെൻറ്റർ വെച്ചിട്ട് വേണം നമ്മൾ സർക്കിൾ വരയ്ക്കാൻ. ഓക്കെ, അപ്പോൾ ആ തന്നിരിക്കുന്ന 50 മില്ലിമീറ്റർ ഡയമീറ്ററിൽ സർക്കിൾ എടുത്ത് വരയ്ക്കുക. അപ്പോൾ ആദ്യം 50 പാരലായിട്ട്, ഇപ്പോൾ ഞാനിവിടെ 50 എക്സ് ലൈന് പാരലായിട്ടും 40 എക്സ് ലൈന് പെർപെൻഡിക്കുലറായിട്ട് വരുന്ന രീതിയിലാണ് റെക്ടാങ്കിൾ വരച്ചിരിക്കുന്നത്. ഇതിൻ്റെ 2 ഡയഗണൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെൻറ്റർ കിട്ടും. ആ സെൻറ്റർ വെച്ചിട്ട് 25 മില്ലിമീറ്റർ റേഡിയസിലൊരു സർക്കിൾ കൂടി വരയ്ക്കുക. അപ്പോൾ ടോപ്പിൽ കംപ്ലീറ്റ് ആയി.
ഇനി ഇതിനെ ഫ്രണ്ട് വ്യൂലോട്ട് പ്രൊജക്റ്റ് ചെയ്യുക. റെക്ടാങ്കിളിൻ്റെ കോർണറിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ട് 30 മില്ലിമീറ്റർ ഹൈറ്റ് ഫ്രണ്ട് വ്യൂ എടുക്കുക. ഈ സർക്കിളിനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യണം എന്നില്ല. സർക്കിളിൻ്റെ എൻഡ് പ്രൊജക്റ്റ് ചെയ്തിട്ട് കോണിൻ്റെ ഹൈറ്റ് നമ്മൾ ഈ റെക്ടാങ്കിളിൻ്റെ ടോപ്പ് ഫേസ് വേണം എടുക്കാൻ. ടോപ്പ് ഫേസിന് എടുത്തിട്ട് എപ്പെക്സ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ രണ്ട് എൻഡിൽ നിന്നും കണക്ട് ചെയ്ത് കൊടുത്താൽ കോണായി. ഓക്കെ, അപ്പോൾ നമുക്ക് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനായി. ഈ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്നാണ് നമ്മൾ ഐസോമെട്രിക് വ്യൂയിലേക്ക് പോകുന്നത്. ഇനി ഐസോമെട്രി വരയ്ക്കാനായിട്ട് ആദ്യം ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. അതിലൊരു പോയിന്റ് എടുക്കണം. ആ പോയിന്റ് എന്ന് പറയുന്നത് ഒബ്സർവറിന് നിയറായിട്ട് വരുന്ന കോർണർ ഏതെങ്കിലും വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒബ്സർവർ നിയറായിട്ട് വരുന്ന കോർണർ എന്ന് പറയുന്നത് BCQR. അതിൽ തന്നെ ബേസിൽ വരുന്ന കോർണർ എടുക്കാം, ബ്രാക്കറ്റിലിട്ട കോർണർ. ഇപ്പോൾ ക്യൂവും ആറും ആണ് ബ്രാക്കറ്റിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ക്യൂവോ അല്ലെങ്കിൽ ആറോ എടുക്കാം. ഒന്നുകൂടി പറയാം. ഇപ്പോൾ നമ്മൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഐസോമെട്രി വരച്ചു കഴിഞ്ഞാൽ അതിലെടുക്കുന്ന കോർണർ എന്ന് പറയുന്നത് ഒബ്സർവറിന് നിയറായിട്ട് വരുന്ന ബേസിലെ കോർണർ. ഇപ്പോൾ ബിയും സിയും ക്യൂവും ആറും ഈ 4 കോർണറും ഒബ്സർവറിനടുത്ത് വരുന്നതാണ്. അതിൽ QR ആണ് ബേസിൽ വരുന്ന 2 കോർണർ. ഇപ്പോൾ ക്യൂ എടുക്കാം, ആറും എടുക്കാം, ഏത് കോർണർ വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ഞാൻ ക്യൂ ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ക്യൂ എന്ന് റൈറ്റിലോട്ട് 30 ഡിഗ്രി ആംഗിൾ ഒരു ലൈൻ വരയ്ക്കുന്നു. അതിലേക്ക് 50 എടുത്ത് കട്ട് ചെയ്തു. അതുപോലെ തന്നെ അതേ ക്യൂ തന്നെ ലെഫ്റ്റിലോട്ട് 30 ഡിഗ്രി ആംഗിൾ എടുക്കുന്നു. അതിൽ 40 എടുത്ത് കട്ട് ചെയ്യുന്നു. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ക്യൂ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 30 ഡിഗ്രി ആംഗിൾ റൈറ്റിലോട്ട് വരയ്ക്കുന്ന ലൈനിലേക്ക് 50 എടുത്തിട്ടും അതേ ക്യൂന്ന് ലെഫ്റ്റിലോട്ട് 30 ഡിഗ്രി ആംഗിൾ വരയ്ക്കുന്ന ലൈനിലേക്ക് 40 എടുത്തും കട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇതേ 40, 50 എടുത്ത് വീണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റെക്ടാങ്കിളിൻ്റെ ഐസോമെട്രി കിട്ടും. ഓക്കെ, എന്നിട്ട് ഈ 4 കോർണറിൽ നിന്നും ഇപ്പോൾ പി എന്ന് 50 എടുത്തിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യുക. അതുപോലെ 6 എന്ന് 40 എടുത്തിട്ടും ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഈ 2 ആർക്കും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും എസ് എന്ന് പറയുന്നത്. ഓക്കെ, PSഉം RSഉം കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെക്ടാങ്കിളിൻ്റെ ഒരു ഐസോമെട്രി കിട്ടി. ഓക്കെ, അതൊരു 3D ആയിട്ട് നമുക്ക് ആ റെക്ടാങ്കിൾ കിട്ടും. എന്നിട്ട് ഈ PQRS ഈ 4 കോർണറിൽ നിന്നും 30 മില്ലിമീറ്റർ പെർപെൻഡിക്കുലർ ആയിട്ട് എടുക്കുക. അപ്പോൾ ABCD ആയി. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റെ ഐസോമെട്രി കിട്ടി. ഇതിൽ PSഉം SRഉം DSഉം ഡോട്ടഡ് ആയിട്ടായിരിക്കും വരാം, ഇൻവിസിബിൾ ആയിട്ടായിരിക്കും വരാം. ഇനി ഐസോമെട്രിയിൽ തന്നെ ACയും അതുപോലെ തന്നെ DCയും തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റർ കിട്ടും. സെൻറ്റർ വേണമെന്നില്ല, നമ്മളൊരു റോംബസ് വരച്ചിട്ടാണ് ഈ സർക്കിളിൻ്റെ എലിപ്സ് വരയ്ക്കുന്നത്. സർക്കിൾ നമുക്ക് ഐസോമെട്രിയിൽ ഒരു എലിപ്സ് ആയിട്ടായിരിക്കും തോന്നുക. അതായത് 50-50 വരുന്ന ഒരു റോംബസ് വേണം വരയ്ക്കാൻ. അപ്പോൾ ഓൾറെഡി നമുക്ക് AB 40 ആണ്, അതുപോലെ CDയും 40 മില്ലിമീറ്റർ ആണ്. ഒരു 10 മില്ലിമീറ്റർ എക്സ്ട്രാ വരണം. പക്ഷെ ആ 10 മില്ലിമീറ്റർ ഒരു സൈഡ് തന്നെ എടുക്കാതെ 5 മില്ലിമീറ്റർ രണ്ട് എൻഡിൽ നിന്ന് എടുക്കുക. ഇപ്പം ഞാൻ നോക്കി ആ ഒരു ഫിഗറിൽ കാണുന്ന പോലെ DCനെ അതേ ആംഗിൾ തന്നെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. Dന്ന് ലെഫ്റ്റിലോട്ടും Cന്ന് താഴോട്ടേക്കും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അത് 5 മില്ലിമീറ്റർ ആണ്. 5 മില്ലിമീറ്റർ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ Dന്ന് 5 മില്ലിമീറ്റർ മുകളിലോട്ടും എടുക്കുക, Cന്ന് 5 മില്ലിമീറ്റർ താഴോട്ടും എടുക്കുക. അതേപോലെ തന്നെ ABന്ന് 5 മില്ലിമീറ്റർ മുകളിലോട്ടും Bന്ന് 5 മില്ലിമീറ്റർ താഴോട്ടും. നേരെ താഴോട്ടല്ല, ആ എന്താ പറയുക 30 ഡിഗ്രി ആംഗിൾ വരുന്ന ABക്ക് പാരലായിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ. ABക്ക് പാരലായിട്ട് എടുക്കുക. അപ്പോൾ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 50-50 സൈഡ് ലെങ്ത് വരുന്ന ഒരു റോംബസ് കിട്ടും. ഈ റോംബസിലാണ് നമ്മൾ 4 സെൻറ്റർ മെത്തേഡിൽ എലിപ്സ് വരയ്ക്കുന്നത്. അപ്പോൾ എലിപ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സൈഡും ഈക്വൽ ആയിരിക്കും, ഡയഗണൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഒരു ഡയഗണൽ ലെങ്ത് കൂടിയതും ഒരു ഡയഗണൽ ലെങ്ത് കുറഞ്ഞതായിരിക്കും. ലെങ്ത് കൂടിയ ഡയഗണലിനെ നമ്മൾ മേജർ ഡയഗണൽ എന്നും ലെങ്ത് കുറഞ്ഞ ഡയഗണലിനെ മൈനർ ഡയഗണൽ എന്നും പറയും. ആ മൈനർ ഡയഗണലിൻ്റെ 2 കോർണറാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഈ റോംബസിൻ്റെ 4 സൈഡ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഒരു കോർണറിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ സെൻറ്ററിലേക്ക് ലൈൻ വരയ്ക്കുക. വേറെ കോർണറിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ സെൻറ്ററിലേക്കും ലൈൻ വരയ്ക്കുക. ഇനി നമ്മൾ കോമ്പസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എലിപ്സ് വരയ്ക്കുന്നത്. ഇപ്പോൾ ഞാൻ ആരോ മാർക്ക് ചെയ്തിട്ടുണ്ട്. കോർണറിൽ നിന്ന് സെൻറ്ററിൽ വരുന്ന ലൈൻ റേഡിയസ് ആക്കി എടുത്തിട്ട് ഒരു സെൻറ്ററിൽ നിന്ന് ഒരു സെൻറ്ററിലേക്കും കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ അടുത്ത കോർണറിലേക്ക് കോമ്പസിൻ്റെ പോയിന്റർ കൊണ്ടുപോവുക. ആ കോർണറിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിൻ്റെ സെൻറ്ററിലേക്ക് വരച്ച ലൈനിൻ്റെ ലെങ്ത് റേഡിയസ് ആക്കി എടുത്തിട്ട് സെൻറ്റർ ടു സെൻറ്റർ കണക്ട് ചെയ്യുക. ഈ 2 ലൈനും മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റ് സെൻറ്ററും സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് റേഡിയസ് ആക്കിയിട്ട് ആർക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇത് നമുക്ക് എലിപ്സ് കിട്ടും. എലിപ്സിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ കോണിൻ്റെ ഹൈറ്റ് പെർപെൻഡിക്കുലറായിട്ട് മാർക്ക് ചെയ്തിട്ട് എലിപ്സിന് ടാൻജൻ്റ് ആയിട്ട് വരച്ച് കഴിഞ്ഞാൽ കോണിൻ്റെ ഐസോമെട്രി ആയി. ക്വസ്റ്റ്യൻ നമ്പർ 8 അതും ഐസോമെട്രി ആണ്, പക്ഷെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ്. ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കാം.
A hemisphere of diameter 80 millimeter is resting on the ground with its flat surface facing upward. A square pyramid having a side of base 40 millimeter and axis 60 millimeter is resting on its base centrally on top of the hemisphere. Draw the isometric projection of the combination of the solid. അപ്പോൾ ഇവിടെ ഒരു ഹെമിസ്ഫിയർ ആണ്. ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് സ്പിയറിന്റെ ഹാഫ് പോർഷൻ. ഒരു സ്പിയറിനെ നമ്മൾ പകുതി വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്. അതായത് ഒരു ഫ്ലാറ്റ് സർഫസും ഉണ്ടാവും, ഒരു കേർവ്ഡ് സർഫസും ഉണ്ടാവും. അപ്പോൾ ആ ഹെമിസ്ഫിയർ എങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്? കേർവ് സർഫസ് താഴെയും ഫ്ലാറ്റ് സർഫസ് മുകളിലും വരുന്ന രീതിയിലാണ് ഹെമിസ്ഫിയർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി ആ ഹെമിസ്ഫിയറിന്റെ ഒത്ത സെന്ററിലാണ് എന്ത് കാണുന്നത്? സ്ക്വയർ പിരമിഡ് കാണുന്നു. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ടോപ്പിൽ നോക്കുമ്പോൾ ഒരു സർക്കിളും കാണും, സർക്കിളിന്റെ സെന്ററിൽ സ്ക്വയറും കാണും. അപ്പൊ നമ്മളിവിടെ സ്ക്വയർ ആണ് ആദ്യം വരയ്ക്കേണ്ടത്. സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് എത്രയാണ്? 40 മില്ലിമീറ്റർ. അപ്പൊ 40 മില്ലിമീറ്റർ സൈഡ് ലെങ്ത് വരുന്ന ഒരു സ്ക്വയർ വരയ്ക്കുക. സ്ക്വയർ വരയ്ക്കുമ്പോൾ ഐസോമെട്രിക് ആയിട്ട് വേണം സ്ക്വയർ വരയ്ക്കാൻ. അതായത് രണ്ട് സൈഡ് എക്സ് ലൈന് പാരലലും രണ്ട് സൈഡ് എക്സ് ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടും വരുന്ന രീതിയിൽ 40 മില്ലിമീറ്റർ സൈഡ് ലെങ്ത് വരുന്ന ഒരു സ്ക്വയർ വരയ്ക്കുക. അതിന്റെ ഡയഗണൽ കണക്ട് ചെയ്യുക. കാരണം പിരമിഡ് അല്ലേ, ഡയഗണൽ കണക്ട് ചെയ്യുക. ഓക്കെ, ആ ഡയഗണൽ കണക്ട് ചെയ്ത ശേഷം ആ സെന്റർ കിട്ടും. ഡയഗണൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് സെന്റർ വരും. ആ സെന്ററിൽ നിന്നാണ് നമ്മൾ സർക്കിൾ വരയ്ക്കേണ്ടത്. 80 മില്ലിമീറ്റർ ഡയമീറ്ററിൽ വരുന്ന സർക്കിൾ വരയ്ക്കുക. ഓക്കെ, അപ്പം അത് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറായി, ഐ മീൻ ഫ്രണ്ട് വ്യൂ ആയി. അപ്പം ഹെമിസ്ഫിയറിനെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിട്ട് ഒരു സെമി സർക്കിളായിട്ടായിരിക്കും ഫ്രണ്ട് വ്യൂ കാണുക. അപ്പോൾ ആ സെമി സർക്കിൾ എങ്ങനെ വരയ്ക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ആദ്യം ഫ്രണ്ട് വ്യൂലോട്ട് പ്രൊജക്ട് ചെയ്യുക. എക്സ് ലൈന്ന് 40 മില്ലിമീറ്റർ മുകളിലോട്ട് എടുത്തിട്ട് സെന്റർ കണ്ടുപിടിക്കുക. ആ സെന്ററിൽ നിന്ന് 40 മില്ലിമീറ്റർ റേഡിയസിൽ ഒരു സെമി സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂയിൽ കാണുന്ന ആ സെമി സർക്കിൾ കിട്ടും. അതിന്റെ മുകളിലേക്ക് വേണം ഈ സ്ക്വയറിന്റെ 4 കോർണറേയും പ്രൊജക്ട് ചെയ്യാൻ. എന്നിട്ട് ആ സെമി സർക്കിളിന്റെ മുകളിൽ നിന്ന് വേണം ഹൈറ്റ് എടുക്കാൻ, പിരമിഡിന് ഹൈറ്റ് എടുക്കുക. എന്നിട്ട് താഴത്തെ കോർണറിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിരമിഡായി. അതായത് സെമി സർക്കിളിന്റെ മുകളിൽ ഒരു ട്രയാങ്കിൾ നിൽക്കുന്ന പോലെയായിരിക്കും തോന്നുക. അപ്പോൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനായി. ഇനി ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ സ്കെയിൽ വരയ്ക്കണം. ആ സ്കെയിൽ നിങ്ങൾക്ക് സൈഡിൽ കാണാം. ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു. ആ ഹൊറിസോണ്ടൽ ലൈനിൽ 30 ഡിഗ്രി ആംഗിൾ ഒരു ലൈൻ, അതേ പോയിന്റ് തന്നെ 45 ഡിഗ്രി ആംഗിൾ ഒരു ലൈൻ. അപ്പോൾ ആ 45 ഡിഗ്രി ആംഗിൾ വരച്ച ലൈനാണ് ട്രൂ ലെങ്ത്തിന്റെ ലൈൻ. 30 ഡിഗ്രി ആംഗിൾ വരച്ച ലൈനാണ് ഐസോമെട്രിക് ലെങ്ത് കിട്ടുന്ന ലൈൻ. ഓക്കെ, പിന്നെ നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോകുമ്പോൾ 80 മില്ലിമീറ്റർ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ 80 മില്ലിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് ആ സ്കെയിലിന്റെ കോമൺ ആയിട്ടുള്ള വരുന്ന പോയിന്റ്, ആ 30 ഡിഗ്രി എടുത്ത പോയിന്റും 45 ഡിഗ്രി എടുത്ത ഒരു കോമൺ പോയിന്റ് ഉണ്ടാവും. അവിടെ നിന്ന് ആ ട്രൂ ലെങ്ത്തിന്റെ ലൈനിലേക്ക് കട്ട് ചെയ്യുക. അപ്പം ഞാനൊരു റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും സ്കെയില്. ആ കട്ട് ചെയ്ത പോയിന്റിൽ നിന്ന് 30 ഡിഗ്രി ആംഗിളിലേക്ക് വെർട്ടിക്കലായിട്ട് നേരെ താഴോട്ടേക്ക് പ്രൊജക്ട് ചെയ്യുക. അപ്പോൾ ആ കോമൺ പോയിന്റിൽ നിന്ന് ആ പ്രൊജക്ട് ചെയ്ത പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും 80യുടെ ഐസോമെട്രിക് ലെങ്ത്. അപ്പോൾ 80 ഡയറക്റ്റ് ആയിട്ട് എടുക്കാതെ 80യുടെ ഐസോമെട്രിക് ലെങ്ത് ഉപയോഗിച്ചിട്ട് വേണം നമ്മളൊരു റോംബസ് വരയ്ക്കാൻ. കാരണം നമ്മളിപ്പോൾ ഹെമിസ്ഫിയറിന്റെ ടോപ്പ് ഫേസ് എന്ന് പറയുന്ന ഒരു സർക്കുലർ ഷേപ്പ് ആയിരിക്കും. അത് ഐസോമെട്രിയിൽ എലിപ്സ് ആയിട്ടായിരിക്കും കാണാം. അപ്പോൾ നമ്മൾ ആ കോണിന്റെ ബേസ് വരച്ച പോലെ ഇവിടെയും ഒരു എലിപ്സ് വരയ്ക്കണം. ആ എലിപ്സ് വരയ്ക്കാനാണ് നമ്മൾ റോംബസ് എടുക്കുന്നത്. ഇപ്പോൾ 80യുടെ ഐസോമെട്രിക് ലെങ്ത്തിൽ നമ്മളൊരു റോംബസ് വരയ്ക്കുന്നു. ഇതേപോലെ 4 സെന്റർ മെത്തേഡിലായിരിക്കും നമ്മൾ എലിപ്സ് വരയ്ക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിന്റെ റോംബസിന്റെ എന്താ പറയുക, മൈനർ ആക്സിസിന്റെ 2 കോർണർ എടുക്കുക, 4 സൈഡിന്റെ സെന്റർ മറിക്കുക. കോർണറിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിന്റെ സെന്ററിലേക്ക് ലൈൻ വരയ്ക്കുന്നു, മറ്റേ കോർണറിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിന്റെ സെന്ററിലേക്ക് ലൈൻ വരയ്ക്കുന്നു. ഇനി കോമ്പസ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ആ എലിപ്സ് വരയ്ക്കാൻ. എലിപ്സ് വരച്ച ശേഷം എലിപ്സിന്റെ സെന്ററിൽ നിന്ന് എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ്, ഞാനിപ്പോൾ ഒരു യെല്ലോ കളറിൽ 2 ആരോ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ആ ആരോ റേഡിയസ് ആക്കി എടുത്തിട്ട് ആ എലിപ്സിന്റെ സെന്ററിൽ നിന്ന് താഴോട്ടേക്ക് ഒരു കർവ് വരച്ചു കഴിഞ്ഞാൽ ഹെമിസ്ഫിയറിന്റെ ആ കർവ്ഡ് പോർഷനായി. അപ്പം നമ്മളൊരു എന്താ പറയുക, ഒരു കൊട്ടയുടെ ഷേപ്പൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. ഒന്നുകൂടി പറയാം, എലിപ്സ് വരച്ചു കഴിഞ്ഞാൽ താഴത്തെ കർവ് വരയ്ക്കേണ്ടത് എലിപ്സിന്റെ സെന്ററിൽ നിന്ന് എലിപ്സിന്റെ റൈറ്റ് എൻഡോ അല്ലെങ്കിൽ ലെഫ്റ്റ് എൻഡിലോ വരുന്ന ലെങ്ത് റേഡിയസ് ആക്കിയെടുക്കുക, താഴോട്ട് ആരോ കണക്ട് ചെയ്യുക. ഹെമിസ്ഫിയർ ആയി. ഓക്കെ, ഇനി ഈ എലിപ്സിന്റെ കറക്റ്റ് സെന്ററിൽ ഒരു റോംബസ് വേണം. അപ്പം നമ്മൾ ഒരു റോംബസിനകത്ത് ഒരു റോംബസ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഔട്ടർ എഡ്ജ് അറിയാം, അതായത് ആ എലിപ്സ് വരയ്ക്കാനെടുത്ത ഔട്ടർ എഡ്ജ് അറിയാം. അതിന് പകരം നമ്മൾ ഒരു കാര്യം ചെയ്യാം. ഇപ്പോൾ ഈ എന്താ പറയുക, ഹെമിസ്ഫിയറിന്റെ ടോപ്പ് ഫേസിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 80 ആണ്, സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് പറയുന്നത് 40 ആണ്. അപ്പോൾ 80 - 40 ചെയ്യാം. ഒന്നുകൂടി പറയാം,
ഹെമിസ്ഫിയറിൻ്റെ സർക്കിളിൻ്റെ ഡയമീറ്റർ 80യും സ്ക്വയറിൻ്റെ സൈഡ് ലെങ്ത് 40 ആണ്. 80 - 40 ചെയ്യുക, അപ്പോൾ നമുക്ക് 40 കിട്ടും. ആ 40യുടെ ഹാഫ് എടുക്കുക, /2. അപ്പോൾ 20 എന്ന് വരും. ഈ 20യുടെ ഐസോമെട്രിക് ലെങ്ത് ആണ് നമ്മൾ സ്കെയിൽ യൂസ് ചെയ്ത് കാണേണ്ടത്. ആ 20യുടെ ഐസോമെട്രിക് ലെങ്ത് എടുത്തിട്ട് ഈ റോംബസിൻ്റെ കോർണർ നിന്ന് സൈഡിലേക്ക് ഇതേപോലെ കട്ട് ചെയ്യാം. എല്ലാ കോർണറിൽ നിന്നും കട്ട് ചെയ്യണം, സൈഡിലേക്ക് കട്ട് ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡായിട്ടുള്ള പോയിന്റ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കൊരു ബ്ലൂ കളറിൽ ഒരു ലൈൻ കാണാൻ സാധിക്കും. അപ്പം ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോയിന്റ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ റോംബസിൻ്റെ അകത്ത് വേറൊരു റോംബസ് ഫോം ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ആ ചെറിയ റോംബസ് ആണ് ആ സ്ക്വയർ പിരമിഡിൻ്റെ ബേസ് ആയിട്ട് വരാം. അപ്പോൾ അതൊന്ന് ഡാർക്കൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബേസ് കിട്ടി. ആ റോംബസിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ പറഞ്ഞ ഹൈറ്റ്, പിരമിഡിൻ്റെ ഹൈറ്റും കൺവേർട്ട് ചെയ്യണം. സ്കെയിൽ ഉപയോഗിച്ചിട്ട് കൺവേർട്ട് ചെയ്യണം. ആ കൺവേർട്ട് ചെയ്ത ഹൈറ്റാണ് നമ്മൾ നേരെ വെർട്ടിക്കലായിട്ട് മുകളിലേക്ക് എടുക്കുന്നത്. അപ്പോൾ എപ്പെക്സ് കിട്ടും. ആ എപ്പെക്സിന് എല്ലാ കോർണറിലേക്കും എന്ത് കൊടുക്കുക, കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിരമിഡായി. ഇപ്പോൾ ഹെമിസ്ഫിയറിന് മുകളിൽ പിരമിഡ് വരുന്ന രീതി കിട്ടും. ഇപ്പോൾ ഏതൊക്കെ ലെങ്ത് നമ്മൾ ഇവിടെ ഐസോമെട്രി വരയ്ക്കാൻ എടുക്കുന്നോ അതെല്ലാം സ്കെയിൽ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതാണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്.